ശരിക്കും പറഞ്ഞാൽ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാത്രയാണെന്നുള്ളത് അല്ലേ. തീർച്ചയായും ഒരു ട്രാവൽ കമ്പനി തുടങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. 10 ഇന്ന് വർഷം മുമ്പ് ഞങ്ങളൊരു ട്രാവൽ കമ്പനി തുടങ്ങുകയാണ്. ഒരുപാട് കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയൊരു ആഗ്രഹം. ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം ഞാൻ കുറേ കാലമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പരിപാടി. എനിക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ബാക്ക് എൻഡ് ഇല്ലായിരുന്നു. ഇപ്പോൾ എനിക്കൊരു കറക്റ്റ് ബാക്ക് എൻഡിന് കിട്ടി. ആൻഡ് ദേ ആർ ബീൻ ഇൻ ദിസ് ഇൻഡസ്ട്രി സിൻസ് ലാസ്റ്റ് 5 years. അവർ സ്ഥിരമായി ചെയ്യുന്നതാണ്. നമ്മൾ ആൾബലം കൂടുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് കൂടും. അപ്പോൾ അർജുനുള്ള കാരണം ഇതിൻ്റെ സ്ട്രെങ്ത് കൂടി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യണ്ടായിരുന്നു, ആൻഡമാൻ ലക്ഷദ്വീപ് അടക്കം. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഈ ഇന്റർനാഷണലും പുഷ് ചെയ്യണ സമയത്ത് നമുക്ക് ആ ഒരു ടീം വരുന്നതിന്റെ ഏതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ബേസിക്കലി മേജർ ചെയ്തിരുന്ന ഇന്റർനാഷണൽ ട്രിപ്സ് ആണ്. ഇവർ ഇൻസൈഡ് ഇന്ത്യ എൻക്വയറി വരുമ്പോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ മേജർ ഇവർ ചെയ്യുന്ന ഇന്റർനാഷണൽ ട്രിപ്സ് ആണ്. മാൽഡീവ്സ്, അസർബൈജാൻ. അപ്ഗ്രഡേഷനിൽ നമ്മൾ ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ട്രിപ്സ്, അതായത് കുറച്ചും കൂടിയും അതായത് എന്താ പറയുക, കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ മാറ്റി കൊടുക്കണം. ഇപ്പൊ ഈ മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അല്ലാതെ കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇപ്പം ലൈഫ് എക്സ്പീരിയൻസ് പോലെ കുറച്ചും കൂടി മെമ്മറബിൾ ആയിരിക്കും ട്രിപ്പ്. അവര് ട്രിപ്പ് പോണ പോലെ നമ്മളും പുതിയ സ്ഥലങ്ങൾ കാണുന്ന പോലെ നമ്മൾക്കും ഫീൽ ചെയ്യപ്പെടും. നമ്മൾ എന്നും കണ്ടിരുന്ന സ്ഥലങ്ങളാണ്, പക്ഷെ അവരുടെ കൂടെ പോകുമ്പോൾ നമ്മളിത് ആദ്യമായിട്ട് വീണ്ടും കാണാണ് എന്നുള്ളൊരു ചിന്തയിലാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും അവരൊരാളായിട്ട് നിൽക്കാറ്. എല്ലാം പറയുമ്പോൾ ഒരു ടിക്ക് ഞങ്ങൾ പച്ചട്ടിക്കില്ലേ ഇവന്റ്സും കൂടി നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പൊ ചിലർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു ബീച്ചിന്റെ സൈഡിൽ ഒരു കല്യാണം, അതുപോലെ മലയുടെ മേലെ ഒരു ബർത്ത്ഡേ, അതായത് A to Z നമ്മൾ ആ വെഡിങ് ഇവന്റിന്റെ കാര്യമായാലും ഏത് പരിപാടി ആയാലും. ഈ വെഡിങ് എന്ന് പറയണേക്കാൾ ഉപരി ഇവന്റ്സ് പക്ക പറയുകയാണെങ്കിൽ എല്ലാ ഇവന്റ്സും. ഹായ്, നമസ്കാരം. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും ഞാനൊരു പുതിയൊരു കമ്പനി, പുതിയൊരു വെഞ്ചർ തുടങ്ങണതിനെ കുറിച്ച് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും അതിനെക്കുറിച്ച് മുഴുവൻ ഒരു കഥ പറയണ പോലെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് എന്ന മൂഡിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാത്രയാണെന്നുള്ളത് അല്ലേ. തീർച്ചയായും ഞാൻ ഒരുപാട് കാലമായിട്ട് ഇങ്ങനൊരു കമ്പനി, ഇങ്ങനൊരു ട്രാവൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ട്രാവൽ കമ്പനി തുടങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. 10 വർഷം മുമ്പ് 10 അല്ല, അല്ല കിഷോർ പറഞ്ഞത്. 10 ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മുടെ ഓഫീസ് ക്ലീൻ ചെയ്യാനുള്ള സമയത്ത് ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അതിൻ്റെ കംപ്ലീറ്റ് സ്പെക്ക് ആ വീഡിയോയിൽ അറിയാം. എന്നിരുന്നാലും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം അതറിയാത്തവർക്കായിട്ട്. ഞങ്ങളൊരു ട്രാവൽ കമ്പനി തുടങ്ങുകയാണ്. ഒരുപാട് കാലമായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയൊരു ആഗ്രഹം. ഞാനിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സൊക്കെ ഈ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ബേസ്ഡ് ഔട്ടല്ല. എൻ്റെ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ പോയ യാത്രകൾ കണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനെ ഫുൾഫിൽ ചെയ്യാന്ന് പറയുന്നത് യാത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ഞാനിപ്പോൾ ചെയ്യുന്ന എൻ്റെ ആക്ടിവിറ്റീസ് വെച്ച് എനിക്ക് അവരുടെ മനസ്സ് നിറയ്ക്കാൻ പറ്റില്ല. അതിലാകെ ഉച്ചയ്ക്ക് ഇടുന്ന അമ്മയുടെ ചോറിൻ്റെ സ്റ്റോറീസ് മാത്രമേ ആൾക്കാർക്ക് മനസ്സ് നിറയുള്ളൂ. എഗെയിൻ ഈ യാത്ര അല്ലെങ്കിൽ യാത്രകളെ കുറിച്ച് പറയുമ്പോൾ ഒരു സന്തോഷവും യാത്ര ചെയ്യുമ്പോഴുള്ള സന്തോഷവും അത് അമ്മ എൻജോയ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഒരു ലാസ്റ്റ് ഒരു 2016 മുതൽ 2025 വരെ നിങ്ങൾ കാണും. കണ്ടിട്ടുള്ളവർ, കാണാത്തവർക്ക് ഇനിയും കാണിച്ചുകൊണ്ടേയിരിക്കാം. അപ്പം ഇന്ന് ഇവിടെ ഞങ്ങൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എഗെയിൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പോയതാ, സ്റ്റിൽ എഗെയിൻ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നു. സജിനും എൽജോയും അർജുനും ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അങ്ങനെ അർജുനും സജിനും എൽജോനും ഇങ്ങനെ എൻ്റെ അടുത്ത് എത്തിപ്പെട്ട് അതെങ്ങനെയാണെന്നുള്ളൊരു സ്റ്റോറി ഞാനിത് കഴിഞ്ഞ് പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ അർജുനെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്റ്റോറിയിലൂടെ കണ്ടുപരിചയമുള്ള ആളായിരിക്കും. ഞങ്ങൾ ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളതാണ്. അർജുൻ്റെ സീനിയറാണ് സജിൻ, ഇത് എൽജോൻ. ഇവനാണ് ഇതിലെ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. കാരണം ഒരു കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനൊരു റെസ്പോൺസ്, അല്ലെങ്കിൽ ആ ട്രാവൽ എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇതെനിക്ക് സ്പോട്ടിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ അർജുൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 2 ദിവസം എടുക്കും അതിൻ്റെ മറുപടി വരാൻ. പക്ഷേ എൽജോൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ റിപ്ലൈ കിട്ടും. ബിക്കോസ് ഹീസ് ഇവൻ എനിക്ക് തോന്നുന്നു ഇവർ ലാസ്റ്റ് ഒരു 4-5 years ആയിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ്, ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ്. എൽജോനെ, വെൽക്കം ടു സ്കൈ ഹോളിഡേയ്സ്. താങ്ക് യു സർ. സജിനെ, വെൽക്കം ടു സ്കൈ Thank you. ഹോളിഡേയ്സ്. അർജുനെ, വെൽക്കം ടു അവർ ഫാമിലി. ഒരു എക്സാക്ട്ലി, ഓൾറെഡി ഞങ്ങൾ ഒരേ ഫാമിലിയാണ്. ഒരു വീഡിയോ എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാ അവര്.
അവരുടെ ഒരു പുതിയൊരു ട്രാവൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു പാക്കേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ ഇടാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ മുതലാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ അതങ്ങനെ പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ അവർക്ക് ഒരു 5-6 വീഡിയോ വേണം, ഒരു 5-6 കൺട്രി യാത്ര ചെയ്യണം. ഇതിലേറ്റവും ഭാഗ്യം എനിക്കാണ്. കുറെ സ്ഥലങ്ങൾ എനിക്ക് ഇനിയും പോകാൻ പറ്റില്ല. ഇനി ഫുള്ള് ട്രിപ്പണം ഇൻട്രോ ഇനി അങ്ങട് അപ്പൊ പ്രത്യേകം നന്ദി അവരോട്. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോ ഞാനും കൂടി ഇതിൽ അസോസിയേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഐ തോട്ട് ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം ഞാൻ കുറേ കാലമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പരിപാടി. എനിക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ബാക്ക് എൻഡ് ഇല്ലായിരുന്നു. ഇപ്പോൾ എനിക്കൊരു കറക്റ്റ് ബാക്ക് എൻഡിന് കിട്ടി. ആൻഡ് ദേ ആർ ബീൻ ഇൻ ദിസ് ഇൻഡസ്ട്രി സിൻസ് ലാസ്റ്റ് 5 years. അവർ സ്ഥിരമായി ചെയ്യുന്നതാണ്. അവർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഒരു നീഡ് ഇല്ലായിരുന്നു. ബിക്കോസ് ദേ വാസ് ഡൂയിങ് വെരി ഗുഡ് ഇൻ ട്രാവൽ പാക്കേജസ്, ടൂർസ്, കോളേജസ്, സ്കൂൾസ്, കോർപ്പറേറ്റ്സ്. എനിക്കറിയില്ല അവർ ചെയ്യാത്ത സെക്ഷൻ ഏതാ ഉള്ളതെന്ന്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് മാൽഡീവ്സ് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ ചേട്ടാ ഇതിപ്പോൾ ശരിയാക്കിയാ ഉണ്ട്. കാണാ ഞാൻ വേറെ ഫ്രണ്ട് പോണ കാര്യം പറഞ്ഞ. അതേപോലെ എങ്ങടാ തായ്ലൻഡിന്റെ കാര്യം പറഞ്ഞപ്പോഴും ദേ ഹാവ് എവറിത്തിങ്. ഒരു സിസ്റ്റമായിട്ട് സജിൻ്റെയിലും എൽജോൻ്റെയിലും എവറിത്തിങ് ഉണ്ട്. സജിനെ, എൽജോ, അപ്പോൾ ഒരു ടെൽ മീ അബൌട്ട് സ്കൈ ഹോളിഡേയ്സ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ഇൻഡസ്ട്രിയിലെ പറയൂ. നമ്മൾ ശരിക്കും ഞാൻ എൽജോ എന്ന് പറഞ്ഞൊരു 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച് വീണ്ടും ഒരു ബിസിനസ്സിലേക്ക് വീണ്ടും ഒരുമിച്ച് വന്നു. അതൊരു 5 കൊല്ലമായി തുടങ്ങിയിട്ട്. ഓക്കെ. അപ്പോൾ അതിൽ നിന്നാണ് വീണ്ടും സ്കൈ ഹോളിഡേയ്സ് എന്നുള്ളൊരു ആശയം വന്നതും. ഒരു 5 കൊല്ലം മുന്നേ നമ്മൾ ചെയ്തു പോയിരുന്നു, കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോഴാണ് എൽജോ പറഞ്ഞത് ഇതിനെ നമുക്കൊന്ന് വലുതാക്കണ്ടേ, ഇതിങ്ങനെ തന്നെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചിച്ചത്, കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഞാൻ അർജുന ഒരു ദിവസം കണ്ടപ്പോൾ ചോദിച്ചുവിടാ ഇങ്ങനെ ശരത്താൻ്റെ അടുത്ത് നമുക്കൊന്ന് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. പറഞ്ഞു അതിനെന്തായിട്ടാ കുഴപ്പമില്ല, നമുക്ക് ചോദിക്കാം. അങ്ങനെയാണ് ചേട്ടൻ ആദ്യമായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് കാണണേ, കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ നമ്മൾ ഒരുമിച്ചാവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരുമിച്ചായി. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ഒരുമിച്ച് പോയി എല്ലാ കാര്യങ്ങളും നന്നാവട്ടെ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ്ലി നമ്മള് അങ്ങനെ തന്നെ, അതില് വ്യത്യാസമൊന്നുമില്ല. നമുക്കിനിയും നമ്മൾ ആൾബലം കൂടുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് കൂടും. ഇപ്പൊ അർജുനുള്ള കാരണം ഇതിന്റെ സ്ട്രെങ്ത് കൂടി അതെ അതെ, അല്ലെ? തീർച്ചയായും കാരണം തീർച്ചയായും ആ ഒരു എനർജി ഉള്ള ആൾക്കാർ നമുക്ക് ആർക്കും നമുക്ക് ഇല്ല. വേണ്ടത്. അവനിങ്ങനെ പയറുമണി പോലെ ചാടി നിൽക്കും. എപ്പോഴും ചാടി ചാടി നിൽക്കാം. അവനെ ചാടല്ലേട്ടാ. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ആക്ച്വലി ഒരു ടീം വർക്ക് ആണ് എക്സാക്ട്ലി. എടാ ബേസിക്കലി. ഞാനിതിപ്പോ ഒറ്റയ്ക്ക് നിന്നിട്ടാണെങ്കിൽ എനിക്കിതൊന്നും പറ്റില്ല. അല്ലേ? എനിക്ക് തീർച്ചയായിട്ടും ഇപ്പൊ എനിക്കത് അങ്ങനെ വിഷ്വലി വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ഞാൻ പോയ സ്ഥലങ്ങള് അല്ലെങ്കിൽ ഞാൻ പോയ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് പറയാം. പക്ഷെ എനിക്ക് ഒരിക്കലും അതിന്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതെ അതിൽ നിങ്ങളെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ ബാക്ക് എൻഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് വർക്കാവുള്ളൂ. അല്ലാണ്ട് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് എന്റെ വർക്കാവില്ല ഇന്നത്തെ കാലത്ത്. അത് ഭയങ്കര ബേർഡനുമാണ്. ഭയങ്കര സ്ട്രെസ് ആവും, ഭയങ്കര ലോഡ് ആവും. അത് തീർച്ചയായിട്ടും. ഇതാവുമ്പോ നിങ്ങൾ ഓൾറെഡി ഇൻഡസ്ട്രിയിൽ ഇത്ര കാലമായിട്ട് നിൽക്കുന്നതാ, നിങ്ങൾക്ക് ഓൾറെഡി അത് വെള്ളം പോലെ അറിയാം. അതെ അതെ അതെ. അല്ല ഇപ്പം ഈവൻ നമ്മളിപ്പോൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴും കുറച്ചും കൂടി കംഫർട്ടാണ്. കുറച്ചും കൂടി നമ്മൾ പ്ലാൻ ചെയ്യണതാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും കുറച്ചും കൂടി ഈസി വേയിലാണ്. ഇപ്പം കുറച്ചും കൂടി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥലങ്ങൾ കുറച്ചും കൂടി വൈഡ് ചെയ്തു. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യണ്ടായിരുന്നു, ആൻഡമാൻ ലക്ഷദ്വീപ് അടക്കം. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഈ ഇന്റർനാഷണലും പുഷ് ചെയ്യണ സമയത്ത് നമുക്ക് ആ ഒരു ടീം വരുന്നതിന്റെ ഏതൊക്കെയാ നമ്മൾ ചെയ്യുന്ന മെയിൻ കൺട്രീസ്? നമുക്ക് വി നോ ഓൾ ദാറ്റ്, ബട്ട് സ്റ്റിൽ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടി ഇപ്പൊ നമ്മൾ നമുക്ക് ഏതൊക്കെയാ നമ്മൾ ചെയ്യുന്ന മേജർ? നമ്മൾ ബേസിക്കലി ഞങ്ങൾ കഴിഞ്ഞ കപ്പിൾ ഓഫ് മീറ്റിംഗ്സിൽ ഇരുന്നിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഇവർ ബേസിക്കലി മേജർ ചെയ്തിരുന്ന ഇന്റർനാഷണൽ ട്രിപ്സ് ആണ്. ഇവർ ഇൻസൈഡ് ഇന്ത്യ എൻക്വയറി വരുമ്പോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ മേജർ ഇവർ ചെയ്യുന്ന ഇന്റർനാഷണൽ ട്രിപ്സ് ആണ്. ഏതൊക്കെ ഇന്റർനാഷണൽസ് നമുക്ക് ചെയ്യാം? ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുബായ്, തായ്ലൻഡ്, മാൽഡീവ്സ്, അസർബൈജാൻ, അതേപോലെ കസഖിസ്ഥാൻ. അപ്പം ഇതിന് പുറമേ ആയിട്ട് ഇപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ അപ്ഗ്രേഡേഷനിൽ നമ്മൾ ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ട്രിപ്സ്. അതായത് കുറച്ചും കൂടിയും അതായത് എന്താ പറയുക, കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ മാറ്റി കൊടുക്കണം. മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അല്ലാതെ കുറച്ചും കൂടി ഉള്ളിലേക്ക്. ഇപ്പം ഈ തായ്ലൻഡ് ആണെങ്കിൽ തന്നെ തായ്ലൻഡിൽ മെയിൻ ഡെസ്റ്റിനേഷൻസ് എല്ലാവരും പോകുന്നുണ്ട്. ഇപ്പം ഈ ബാങ്കോക്കും ഫുക്കറ്റും ഒക്കെ എല്ലാവരും പോകുന്നുണ്ട്. അപ്പം അതിന് പുറമെ കുറച്ചും കൂടി ഈ ഉള്ളിൽ കയറിയിട്ടുള്ള ട്രക്കിങ്, അതേപോലത്തെ ഈ പറഞ്ഞ കുറച്ച് വില്ലേജുകളിൽ പോയി അവിടുത്തെ ട്രൈബൽസ് ആയിട്ട് സംസാരിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി കുറച്ചും കൂടി നമുക്കും ഫീൽ ചെയ്യാം. ഈ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു പാക്കേജ് പോയി കഴിഞ്ഞ് വരണേക്കാൾ ഉപരി
ഈ പറഞ്ഞ പോലെ നമ്മളതൊന്ന് ഒരു ലൈഫ് എക്സ്പീരിയൻസ് പോലെ കുറച്ചും കൂടി മെമ്മറബിൾ ആയിരിക്കും ട്രിപ്പ്. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഒരുമിച്ചതിലും കുറച്ചും കൂടി നമുക്ക് ഈ ഔട്ട് കൊടുക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ ഒരു സെഗ്മെന്റിലേക്കാണ്. ആക്ച്വലി നമ്മളിപ്പോൾ നോർമൽ ഒരു പാക്കേജ് നമുക്ക് ഈസിയാണ് ചെയ്ത് പൊക്കോളും, ആർക്ക് വേണേലും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കാരണം നമുക്ക് ഐറ്റിനറിയും കാര്യങ്ങളൊക്കെ ഇട്ട്. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ചും കൂടി ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇപ്പം അർജുൻ ആക്ച്വലി ഒരു നമ്മുടെ കസ്റ്റമർ ഇതേമാതിരി അവർക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ആയിട്ട് വേണം, കുറച്ചും കൂടി വൈഡ് ആയിട്ട് വേണം എന്ന് പറഞ്ഞു. അവർക്ക് ഹോട്ടൽ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു, ക്രൂസ് അതേമാതിരി വേറെ ഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ചെയ്തു കൊടുത്തു. അവരൊരു 3-4 വേറെ ടീമുകളായിട്ട് കമ്പയർ ചെയ്തിട്ട് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമ്മളെ തോന്നി നമ്മൾ ബുക്ക് ചെയ്തു. ഇനി അതിൽ തന്നെ ആക്ച്വലി അതിലവർ പാരൻസ് ആയിട്ടാണ് പോകുന്നത്, അതായത് ഫാമിലി പ്ലസ് അവർ പാരൻസിനെയും കൊണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിലെ മാഡം അവരൊരു ചോദിച്ചൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീഡ് ബോട്ട് നമുക്ക് പറ്റുമോ, അതോ ചെറിയ ബോട്ട് ആക്കണോ, അതായത് ഇപ്പം അവർക്ക് പേടി വരും, അപ്പോൾ നമുക്ക് മാറ്റി ചെറിയ ബോട്ട് ആക്കാമെന്ന് പറഞ്ഞത്. ഞാൻ അവരോട് റെഫർ ചെയ്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് കയറിയാലാണ് കയറണ വരെ നമുക്ക് പേടിയായിരിക്കും, കാരണം ഇത് ഇപ്പോൾ എന്താ ഉണ്ടാവുക. പക്ഷെ കയറി അവർ തിരിച്ചു വരുമ്പം അവരുടെ ലൈഫിൽ അതൊരു മെമ്മറബിൾ പാർട്ടായിരിക്കും. സംഭവം ഒരു പാർട്ടാണ്. പിന്നെ ചിലപ്പോൾ അവർ കയറിയിരിക്കില്ല, പക്ഷേ ഈവൻ ദോ ആ പോണ ഒരു പാർട്ടിൽ ആക്ച്വലി അവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. അവർ ആക്ച്വലി അതൊക്കെ ഞാനിത് പറഞ്ഞ് ഇത് ആക്ച്വലി എത്ര പേര് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ആക്ച്വലി ഇതൊരു സജഷൻ പോലെ പറയും, എൻഡ് ഓഫ് ദ ഡേ കസ്റ്റമറുടെ ഇഷ്ടമാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. പക്ഷെ നമ്മൾ ഈ സജഷൻ പോലെ നമ്മൾ ഈ പറഞ്ഞ ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കും. അത് ആക്ച്വലി നമ്മൾ ആദ്യം തൊട്ടേ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് എന്താണോ നമുക്ക് പറയാനുള്ളത് ആ സജഷൻ കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അവർക്കും ചില എല്ലാ ലൊക്കേഷനും അവർക്ക് അറിയണമെന്നില്ലല്ലോ. അത് നല്ല കാര്യം. അതെ നല്ല കാര്യം. ചിലപ്പോ പറയും അതൊന്ന് ചെയ്തു നോക്കും, അപ്പൊ അതിന്റെ രസം അറിയുള്ളൂ. സത്യമാണ്. അതെ ഇവർ പേടിച്ചിട്ടാണ് ഇപ്പം സ്പീഡ് ബോട്ട് എൻഡ് ഓഫ് ദ ഡേ ഈ പറഞ്ഞ ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെയും അവർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഗോവയ്ക്ക് പോകുമ്പം ഇതുപോലെ പള്ളിയിൽ നിന്നൊക്കെ നമ്മൾ ആക്ച്വലി ഒരു ഗ്രൂപ്പ് ടൂർ കണ്ടക്ട് ചെയ്യും. അപ്പം ഇതിൽ ആക്ച്വലി കൂടുതലും വയസ്സായ ആൾക്കാരാണ് നമ്മളുണ്ടാവുക. നമ്മുടെ അമ്മാമ്മ അപ്പാപ്പൻ എന്ന് പറഞ്ഞ പോലത്തെ നമ്മളിങ്ങനെ വീട്ടിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർ ആക്ച്വലി ആദ്യം പേടിച്ചിട്ടാവും നിൽക്കുക, ഇത് പോകണോ. കാരണം എന്താ വെച്ചാൽ അവിടെ പോകണോ ചിലപ്പോൾ എന്ന് വെച്ചാൽ ചെറിയ ബോട്ടിലേക്ക് പോകുമ്പോൾ ബോട്ട് കാണുമ്പോൾ തന്നെ ഇവർക്ക് ഇതിൽ പോയാൽ നമ്മളവിടെ എത്തി തിരിച്ചു വരുന്നു. ഞാൻ ടെൻഷൻ അടിക്കണ്ട, ഫുൾ അവരവിടെ ഗൈഡ് കൊണ്ടുവന്ന്. അപ്പോൾ ഈ പോകണ വരെ അവർക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ പോയി കഴിഞ്ഞ് ഇത് കണ്ട് നമ്മൾ പോകണ വഴിക്ക് ഡോൾഫിനെ കാണും, അല്ലെങ്കിൽ ആ കടലിന് ഇച്ചിരി ഉള്ളിൽ പോവും. അപ്പം ഇതൊക്കെ കാണുന്നത് ഇതൊന്നും ഇവർ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഉള്ളിലൊരു പേടി. പക്ഷെ അത് അവരൊന്ന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആ പോയ ആൾക്കാരെ നമ്മൾ ഇന്നും വിളിക്കും. ചെറിയ ട്രിപ്പിന് ഇപ്പം ജസ്റ്റ് ഒരു 3-6 റൂം പോയിക്കണ പോലും നമ്മളെ വിളിച്ചിട്ട് റൂം ബുക്ക് ഇങ്ങനെ ഉണ്ടോ, നമ്മൾ ചെയ്ത് കൊടുക്കുക അത് നെക്സ്റ്റ് പാർട്ട്. പക്ഷെ അവർ നമ്മളോട് വിളിച്ച് ചോദിക്കും നമുക്ക് 3 പോകണോ അല്ലെങ്കിൽ ഇന്ന സ്ഥലമാണോ നോക്കണ്ടേ. അപ്പം നമുക്ക് അറിയുന്ന സജഷൻസ് നമ്മളെപ്പോഴും അത് കൊടുക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോഴേ ഇവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ സ്കൂൾ ട്രിപ്സ്, അതേപോലെ പള്ളിയിൽ നിന്നുള്ള ട്രിപ്പുകൾ. അപ്പൊ എന്താ വെച്ചാൽ ഭയങ്കര അസോസിയേറ്റഡ് ആയിരിക്കും അല്ലെ. ഭയങ്കര ഈ പള്ളിയിൽ നിന്നുള്ള ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫാമിലി പോലെ നമ്മളും ഫ്രീ ആണ് അതില്. വലിയ ഒരു ഭാരം തലയിൽ വെച്ച് കൊണ്ടുപോകണോ ഇല്ല, അങ്ങനത്തെ ഒരു ഫീലേ ഇല്ലേ. നമ്മൾ അവരുടെ കൂടെ അവരൊരാളായിട്ട് നമ്മളെ വലിയ വരുമാനം കുഴപ്പമില്ല, മനസ്സമാധാനം നമുക്ക്. ഒരു 10 ദിവസം ട്രിപ്പ് പോകണു, ഒരു 5 ദിവസം ട്രിപ്പ് പോകണു. അവര് ട്രിപ്പ് പോകണ പോലെ നമ്മളും പുതിയ സ്ഥലങ്ങൾ കാണുന്ന പോലെ നമ്മൾക്കും ഫീൽ ചെയ്യപ്പോഴും. നമ്മൾ എന്നും കണ്ടിരുന്ന സ്ഥലങ്ങളാണ്, പക്ഷെ അവരുടെ കൂടെ പോകുമ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ട് വീണ്ടും കാണാണ് എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നും എൻജോയ് ചെയ്യുക യാത്രകൾ. നല്ല കാര്യമല്ല. നമ്മളിപ്പോൾ സ്കൂൾ പിള്ളേരുടെ കൂടെ അല്ലെങ്കിൽ ഒരു കോളേജ് പിള്ളേരുടെ കൂടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും അവരൊരാളായിട്ട് നിൽക്കാറ്. ഞാൻ അവരുടെ ഡീജറുടെ കൂടെ ഞാൻ കളിക്കാറുണ്ട്. എപ്പോഴും ഞാനത് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അവരുടെ കൂടെ ഡാൻസ് കളിക്കുക, അവരുടെ കൂടെ ഇതിന് പോവാ, അവരുടെ കൂടെ ഇപ്പൊ നൈറ്റ് അവർക്ക് ഇറങ്ങണം, അവർക്ക് സ്ഥലങ്ങൾ അറിയില്ല, അപ്പൊ അവരുടെ കൂടെ പോവാ. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ പാക്കേജ് കൊണ്ടു നടക്കാറ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. എൽജോണയിൽ അങ്ങനെ തന്നെ പോവാറ്. അതായത് നമ്മൾ ഒന്നിനും വാശി പിടിക്കാറില്ല. ഇപ്പൊ എല്ലാവരും ട്രിപ്പ് എങ്ങനെ പോവാന്ന് വെച്ചാൽ ഒരു സമയം വെച്ചിട്ടുണ്ടാവും. ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഗ്രൂപ്പ് ട്രിപ്സ് പോവാത്തത് കാരണം ഞാൻ എന്താ പറയാ എന്റെ ഒരു സൗകര്യത്തിനും സമയത്തിനും അല്ലെങ്കിൽ നമ്മളൊന്ന് ലേറ്റ് ആയി അങ്ങനെ ആയിരിക്കും. പക്ഷെ ഈ 49 പേരും വെയിറ്റ് ചെയ്യണല്ലോ ഒരാള്. അപ്പൊ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോ ഇപ്പൊ ഗോവയ്ക്ക് പോയി, അവർക്ക് ബാഗ ബീച്ചിൽ നിന്നു. അവര് പറയണ ഞങ്ങൾക്ക് ഇനി കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അവര് എന്തായാലും അവര് ആ പൈസ കൊടുത്ത് അതിന് വേണ്ടി വന്ന ആൾക്കാരാ, ആ സ്ഥലം കാണാൻ വേണ്ടി വന്ന ആൾക്കാരാ. അപ്പൊ അത് കാണിക്കാണ്ട് നമ്മള് നമ്മുടെ സമയം നോക്കി പോവാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് എല്ലാ ട്രിപ്പും ഞങ്ങള് ഇപ്പൊ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാലും ഈ ഗ്രൂപ്പ് ടൂർ കൊണ്ടുപോകുമ്പോഴും എല്ലാം അവരെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ ഗ്രൂപ്പ് ടൂർ ആയാലും ഈ കോളേജ് ടൂർ ആയാലും ഞങ്ങൾ ഫൈനലൈസ് ചെയ്യാറ് എപ്പോഴും. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ പാക്കേജുകളും വരണത് ഒരേ പാറ്റേണിലാണ്. ഒരു വ്യത്യാസമില്ല. ആൾക്കാർ ചോദിക്കാറുമില്ല പൊതുവെ. പക്ഷെ നമ്മുടെ അടുത്ത് അങ്ങനെ സജഷൻസ് വന്നു തുടങ്ങിയപ്പോ നമ്മൾക്ക് അങ്ങനെ ഒരു ഇന്റഗ്രേഷൻ അല്ല പിന്നെ നമുക്ക് ഐഡിയ ആണ്. അത് ഭയങ്കര അല്ല ഇത് രണ്ടും മിക്സ് ചെയ്ത് ചെയ്യാം. നമുക്ക് 2 പാക്കേജ് കൊടുക്കാം.
ഒന്ന് ഒരു കോമൺ പോകുന്ന ഒരു പാറ്റേൺ. എല്ലാവരും അത് പോകുന്ന ആക്ച്വലി യൂഷ്വൽ ടൂറിസ്റ്റ് അതെ. ഡെസ്റ്റിനേഷൻ. കാരണം ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ഇപ്പോൾ ചിലവർക്ക് ബഡ്ജറ്റ് അവർ നോക്കും. ഈ ബഡ്ജറ്റിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഫ്ലക്ച്വേഷനിൽ അവർക്ക് അടിപൊളിയായിട്ട് പോകാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷൻ എടുക്കുമ്പോൾ ഈ കോളേജ് സ്കൂളിലൊക്കെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് എടുക്കും. അപ്പം ഈ കോമ്പറ്റീഷൻ വരുമ്പം ആരും ആരുടെ മാർജിനും ആരും തൊട്ടില്ല. ഇത് ആക്ച്വലി ഈ കസ്റ്റമർക്ക് പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും കുറച്ചും കൂടി ഇത് കിട്ടുക. നമ്മൾ ആക്ച്വലി സ്റ്റാർട്ടിങ് പറയും നമ്മൾ 2 ബഡ്ജറ്റ് തരാം. ആ 2 പാക്കേജിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ഹോട്ടൽസ് ആണെങ്കിലും അതേപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടി ഇപ്പം ഈ സ്കൂൾ കോളേജിൻ്റെ കാരണം ബസ് ആ സ്പെക്ക് ആയതുകൊണ്ട് പറയാം കേട്ടോ. നമ്മൾ അവിടെ കൊടുക്കുമ്പം അത് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയും. അപ്പം അവർക്കും കുറച്ചും കൂടി ചൂസ് ചെയ്യാം. അതായത് ഈ പാക്കേജ് വേണോ ആ പാക്കേജ് വേണോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മുടെ ഭാഗത്ത് ഇപ്പം നമുക്ക് അവിടെ എത്തുന്ന സമയത്താണ്, കാരണം റൂമിൻ്റെ ഫോട്ടോസ് വരെ ഈ റിസോർട്ട് തുടങ്ങുമ്പോൾ തൊട്ടുള്ള ഫോട്ടോസാണ് അവർ ആക്ച്വലി ഇട്ട് തരാം. ഇത് കണ്ടിട്ടാണ് ഇവർ ഇത് പിക്ക് ഈ റൂം കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മൾ ആക്ച്വലി അവരോട് ആദ്യമേ പറയും ഇന്നത് പോയാൽ ഇന്നതാണ്. ഇപ്പോൾ ഫുഡാണെങ്കിലും അപ്പം അത് നമ്മൾ ആക്ച്വലി അവരോട് പറഞ്ഞു കൊടുത്ത് അതിപ്പോൾ നമുക്ക് ആ ട്രിപ്പ് ലോക്കായില്ലെങ്കിലും നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കും. കമ്പയർ ചെയ്ത് നോക്കിയിട്ട് മതി. കാരണം അവരും സാറ്റിസ്ഫൈഡ് ആയാലാണ്. കാരണം നമുക്ക് കൂടുതൽ റെഫറൻസാണ്. അതായത് ഇപ്പം ഞാൻ വിട്ട ആളായിരിക്കും എനിക്ക് അടുത്ത സീസണിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ അവരുടെ റെഫറൻസ് ത്രൂ വരാം. ആ മൗത്ത് ടു മൗത്ത് അത് കുറച്ചും കൂടി അതാണല്ലോ നമ്മൾ ഈ സെഗ്മെന്റിൽ നമ്മൾ അതാകുമ്പോൾ അവരവിടെ നിൽക്കും. അതിപ്പോൾ അവരുടെ കമ്പനി ആണെങ്കിലും ശരി ആ സ്റ്റാഫുകളാണെങ്കിലും ശരി നമുക്ക് അടുത്ത അവരുടെ ഫാമിലി പോണ സമയത്ത് നമുക്ക് ആക്ച്വലി ആ ഒരു സിസ്റ്റം ആയിരുന്നു നമ്മൾ ഇത്ര നാൾ കീപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് പതുക്കെ ഒന്ന് വൈഡ് ചെയ്ത് കുറച്ചും കൂടി ആൾക്കാരെ നമ്മുടെ ഫാമിലി ഒന്ന് വലുതാക്കാനായിട്ട് കുറച്ചും കൂടി ഇതായിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ശരത്തേൻ്റെ അടുത്ത് എത്തി. നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് ആക്ച്വലി നമ്മൾ ചെറുതീന്ന് നമുക്ക് ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിപ്പം കറക്റ്റ് ആ ട്രാക്ക് ഫസ്റ്റ് സജിൻ വിളിക്കുമ്പോൾ ശരത്തേട്ടനെ വെച്ചൊരു ആഡ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. ഒരു ആഡ് പോലെ ചെയ്യണം, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ A to Z കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സാധാരണ ഞാൻ ആരെയും ശരത്തേട്ടനായിട്ട് അങ്ങനെ കൊണ്ടുവരാറില്ല. ഒരുമാതിരിപ്പെട്ടതൊന്നും അവൻ അടുപ്പിക്കാറില്ല. അത് പാടാ, അത് പിന്നെ പറയാം. അത് ഇതും എൻ്റെ അടുത്ത് 2-3 തവണ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് നോക്കാം, നമുക്ക് ഇരിക്കാം. കാരണം ട്രാവൽ ആയാലും നമുക്കൊന്ന് ഇരുന്ന് ചെയ്യാം. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യണതാ ട്രാവൽ ഒരു കമ്പനി എന്നുള്ളത് പണ്ട് തൊട്ടുള്ള ഒരു ഡ്രീമാണ്. അതൊരു ട്രാക്കിലേക്ക് ഉണ്ടായിരുന്നില്ല. അതിന് റൈറ്റ് ടൈം റൈറ്റ് പേഴ്സൺ. അതെ അതന്നെ അതിന് ഇപ്പൊ ഞാൻ ഈവൻ കഴിഞ്ഞ വീഡിയോയിലും ഇപ്പൊ ഈവൻ അമ്മ പറഞ്ഞ പോലെ ഒരുപാട് പേരിങ്ങനെ വന്നതാ. ഇപ്പൊ കിഷോർ പാലക്കാടുള്ള നമ്മുടെ ഒരു ഒരു 17 ഞങ്ങളുടെ വാരണാസി ട്രിപ്പ് കഴിഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞു നീ ജസ്റ്റ് അമ്മയും ശരത്തും കൂടി ഒന്ന് നിന്നാ മതി, ബാക്കി ഞാൻ ഫുള്ള് ചെയ്തോളാം. നമുക്ക് അമ്മയും മാവനും കൂടി വാരണാസി ട്രിപ്പ്, നിങ്ങൾ വാരണാസി പോയ അതേപോലെ തന്നെ നമുക്ക് എല്ലാവരും കൊണ്ടുപോകാം. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. അന്ന് നമുക്കും അത് ഭയങ്കര ചെയ്യണം എന്നൊക്കെ ആഗ്രഹം. പിന്നെ ആള് ഭയങ്കര തിരക്കുള്ള ആളാ. ഞാൻ വിചാരിക്കുന്നു ഞാൻ അതിനേക്കാൾ തിരക്കുള്ള ആളാ. അത് കാരണം ഞാൻ ചെയ്തില്ല. പിന്നെ അങ്ങനെ രാഹുല് എൻ്റെ ഒരു സുഹൃത്ത് അവൻ വന്നു, ശ്രീനു അവര് ചെയ്യാന്ന് പറഞ്ഞു, കുട്ടി ശരത്ത് ആരും ചെയ്തില്ല. അപ്പൊ ബേസിക്കലി ഞാൻ ഈ ഫ്രണ്ട് എൻഡിൽ ഇങ്ങനെ ചിരിച്ച് കാരണം ഞങ്ങൾക്ക് അറിയുള്ളൂ ബേസിക്കലി. അപ്പൊ എനിക്കൊരു ബാക്ക് എൻഡ് വേണം, ഒരു സ്ട്രോങ് ബാക്ക് എൻഡ് ഉണ്ടെങ്കിലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമുക്കിപ്പോ ഒരു പാക്കേജ് വന്നു അതിനെ അനൗൺസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് വരുന്നു അതിൽ ഞങ്ങളും വരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് ഇങ്ങനെ നിറച്ചും മാല പോലെ വരും, ഇന്ന സ്ഥലത്തേക്ക് പോകണം, അവിടെ എന്താ ചെയ്യണ്ടേ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അതിനുള്ള കോണ്ടാക്ട് നമ്പർ അയച്ചിടും. ഇപ്പൊ യെസ് അബ്രോഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഒരു ട്രിപ്പ്, അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലേക്ക് MBBS പഠിക്കാൻ പോകണം, മെസ്സേജ് വന്ന ഓട്ടോമാറ്റിക് യെസ് അബ്രോഡിന്റെ ഓഫീസ് നമ്പർ പോവും. അവർ എൻക്വയറി ചെയ്യുമ്പോൾ ഡയറക്റ്റ് ലീഡിലേക്ക് മെസ്സേജ് പോവും. ആ സെയിം എനിക്കൊരു ബാക്ക് എൻഡ് ആണ് നിങ്ങൾ ആക്ച്വലി. അപ്പോൾ യു ആർ എ വെരി സ്ട്രോങ് ടീം. ഞാൻ അതിൽ ഏറ്റവും ആലോചിച്ച കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് പറയാൻ പറ്റില്ല, ഒരുപാട് വലിയ വലിയ കമ്പനികളുടെ ബാക്ക് എൻഡ് ഇവരാ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഫണ്ണിയസ്റ്റ് പാർട്ട്. വലിയ നമ്മുടെ കേരളത്തിലുള്ള വലിയ കമ്പനികൾ നമ്മൾ അങ്ങനെ പേര് പറയാൻ പാടില്ല അല്ലെ. ഇറ്റ് ഇസ് നോട്ട് പ്രൊഫഷണൽ, ഇറ്റ് ഇസ് നോട്ട് എത്തിക്കൽ. അത് കാരണം വലിയ ബ്രാൻഡ്സിന്റെ ബാക്ക് എൻഡ്സുകൾ കംപ്ലീറ്റ് ഇവർ രണ്ടുപേരെ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ദേ നോ ഓൾ ദ ക്രൈറ്റീരിയാസ്, പ്ലേസസ്, ഹോട്ടൽസ്, ബുക്കിംഗ്സ്, ഫ്ലൈറ്റ്സ്, വാട്ട് എവർ, അതിന്റെ ഫുൾ പാക്കേജ് അങ്ങനെയാണ് പറയുന്നത്. അതായത് ഫുള്ള് നമ്മൾ ഇപ്പം കോർപ്പറേറ്റ്സ് ആണെങ്കിലും അതായത് അവർക്ക് സെഗ്മെന്റ് വൈസ് നമുക്ക് കട്ട് ചെയ്ത് അവരുടെ റിക്വയർമെന്റ് എന്താണോ, അവരുടെ ടീമിന് വേണ്ടിയിട്ടുള്ളത് എന്താണോ, അത് ഫുള്ള് നമുക്ക് ഇതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്ത് ഇനി അവർക്ക് പുതിയ തോട്ട് ഉണ്ടെങ്കിൽ അതും നമ്മൾ സ്വീകരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിങ് ഇങ്ങനെ മാറി. അങ്ങനെ വന്നാൽ ഞങ്ങളുടെ ഒരു പുതിയ തോട്ടാണ് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്. അങ്ങനെ ഒരു പ്ലാനും കൂടി ഞങ്ങളിതിൽ കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പോയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പലതവണ പോയിട്ടുണ്ട്. പക്ഷേ ഇവരൊരു വെറൈറ്റി ആയിട്ടുള്ള പല പല മേഖലകൾ വെച്ചിട്ടുള്ളൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞു. ലൈക്ക് ഒരെണ്ണം ഡാൻസ് ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റ്
ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പായിരിക്കും അത്. ഒരെണ്ണം മൈറ്റ് ബി മെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ അവെയർനെസ്. ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിൽ സ്ട്രെസ് വരും, ഡിപ്രഷൻ വരും, ആങ്സൈറ്റി വരും, ഫ്രസ്ട്രേഷൻ. ഇന്നത്തെ സമൂഹത്തിലുള്ള എല്ലാവർക്കും പല കൈൻഡ് ഓഫ് ഇങ്ങനത്തെ ഇഷ്യൂസുകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി മാല പോലെ ആയിട്ട് ഒരു ഉണ്ടയിരിക്കുക നമ്മളൊക്കെ. അപ്പോൾ അതിനെ റെക്ടിഫൈ ചെയ്യാൻ അതിനെ പഠിച്ച എക്സ്പേർട്സ് ഒരു ചെറിയ മൈനർ ടൂൾസ് ഉപയോഗിച്ച് ഇതൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ എക്സ്പേർട്സിനെ വെച്ചിട്ടുള്ള ഒരു മൈറ്റ് ബി എ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്, മൈറ്റ് ബി സംവേ നിയർ സംവേ ഫാർ. അങ്ങനെ സ്ഥലമൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. മൈറ്റ് ബി മൂന്നാർ, മൈറ്റ് ബി നെല്ലിയാമ്പതി, അല്ലെങ്കിൽ വേറെ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സജഷൻ ഇടാം, ഇന്ന സ്ഥലത്ത് വെക്കൂ എന്ന് പറയാം. അധികം ഫാർ ആവണ്ട. എന്നാൽ ഇനി നിങ്ങൾ പറയാണ് ഞങ്ങൾക്ക് കസോളിൽ വേണം എന്ന് പറഞ്ഞോ, ഒരു 40 പേരെ പിടിച്ചോ, പോവാ കസോൾ, ഞാൻ റെഡി. അല്ല റെഡി അങ്ങനെ യോഗയുടെ ഒരു എന്താ പറയുക 1 day 2 day സെഷൻസ് വെക്കാം. പാട്ട്, നല്ല കല്ലക്കം പാട്ട് പാടുന്ന പിള്ളേരുണ്ട് നമ്മുടെ തൃശ്ശൂർ ഇപ്പോൾ ഇഷ്ടം പോലെ. അടിപൊളിയായിട്ടൊരു ഹാർമോണിയം ഒരു ഗിറ്റാറും വെച്ച് ഞങ്ങളൊരു ഷീ റൈഡിന് പോയിരുന്നു. അതിൽ ഒരു പയ്യൻ, ഞങ്ങളൊരു ഇവിടുന്ന് നെല്ലിയാമ്പതി വരെ പെൺകുട്ടികൾ ബൈക്ക് ഓടിച്ച് പോയി, അവിടെ സ്റ്റേ ചെയ്തു, റിസോർട്ടിൽ നിൽക്കുന്നു. അവിടെ ഞങ്ങളൊരു 8-8:30 ഞങ്ങൾ സ്റ്റേജിൽ കയറി. ഒരു 11:30 വരെ ഞാനും അമ്മയും കൂടി ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു. അവരിങ്ങനെ അല്ല അതിലേക്ക് വരിക. ഞാനും അമ്മയും ഒരു 8:30 കയറി, ഒരു 11:30 വരെ ഞാനും അമ്മയും ഓരോ കഥകൾ, പോയ സ്ഥലങ്ങൾ അവരിങ്ങനെ ചോദിക്കണു, ഞങ്ങളിങ്ങനെ പറയണു. ആദ്യത്തെ യാത്ര, രണ്ടാമത്തെ യാത്ര, 16ാമത്തെ യാത്ര ഒക്കെ കഥ പറഞ്ഞു പോവാട്ടാ. അത് കഴിഞ്ഞ് ഒരു 11:30 ആയപ്പോൾ ഈ പയ്യൻ കയറി. അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, കല്ലക്കം പയ്യനായിരുന്നു, പേര് ഓർമ്മയില്ല അല്ലേ. അവൻ കയറി. എൻ്റെ അറിവിൽ 11:30, 12:30, 1:30 ആയപ്പോൾ അമ്മ എനിക്ക് പോയി. 2:30, 3:30 ഞാൻ വാച്ച് നോക്കിയപ്പോൾ നല്ലതാണ്. ഞാൻ വാച്ച് നോക്കിയപ്പോൾ എനിക്കൊരു പേടിയായിട്ടാ. 3:30 ഉറക്കം വരുന്നില്ലല്ലോ ആലോചിച്ചു. അതായത് കോമ്പറ്റീഷനായി, 2 വിങ്ങാക്കി, അന്താക്ഷരിയാക്കി, അപ്പുറത്തൊരു ടീം ഇപ്പുറത്തൊരു ടീം, ആകെ തിക്കും തിരക്ക്. അപ്പോൾ 2 ടീമും ജയിക്കാനും പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ 3:45. അപ്പം ഞാൻ പതുക്കെ ഹലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിൽ പോയി ഞാൻ കിടന്നു. 6 മണിക്ക് ട്രക്കിംഗ് ഉണ്ട്. 5:45 പാട്ട് നിർത്തി റൂമിൽ പോയി കുട്ടികൾ ഷൂസും ഡ്രസ്സൊക്കെ മാറി. പെൺകുട്ടികൾ ഇട്ടാ, ആൺപിള്ളേരേ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെടാ 6 മണിക്ക് ഇവര് ട്രക്കിങ്ങിന് പോവാ. നേരെ ട്രക്കിങ്ങിന് നെല്ലിയാമ്പതി പീക്കിലേക്ക്. 6 മണിക്ക് പിന്നെ പോയിട്ട് അവർ തിരിച്ചു വരുന്നത് 8:30. എന്റെ ദൈവം. അപ്പൊ ആലോചിച്ച് നോക്കി, തൃശ്ശൂർ ടു നെല്ലിയാമ്പതി ബൈക്ക് റൈഡ്. അവിടെ എത്തി ഒരു സ്നാക്ക് അടിച്ച് സെറ്റായി ഭക്ഷണം കഴിച്ചിരിക്കുന്നു. 8:30 to 11:30 ഞങ്ങള്, 11:30 to 5:45 അവൻ. എനർജി ഇല്ലേ എന്നാ, ഒരു പുകയില്ല, ഒരു കള്ളില്ല, ഒന്നുമില്ല. എവ്രിബഡീസ് പച്ചക്ക്. ഞാൻ കാണന്താ, പിന്നെ പെൺകുട്ടികളാ, പിന്നെ നമുക്കറിയാം ചള്ളയപ്പുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഒന്നും എനിട്ടിട്ടില്ല, ആരും അനങ്ങിയിട്ടില്ല എല്ലാവരും. പിന്നെ ബൈക്ക് ഓടിച്ച് വരണല്ലേ, പിന്നെ അങ്ങനെ അവരെ സംബന്ധിച്ച് അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഇറങ്ങി ഒരു ദിവസം കിട്ടാന്ന് പറഞ്ഞാൽ അതത്ര. അത് കഴിഞ്ഞ് രാവിലെ മല ഇറങ്ങി ട്രക്കിങ് കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ബൈക്ക് എടുത്ത് വീണ്ടും തിരിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കണം, മനസ്സിലായി. അങ്ങനെയുള്ള സ്പേസുകൾ, അങ്ങനെയുള്ള വാവ് പ്ലേസസ്, മലമുകള് അല്ലെങ്കിൽ മിസ്റ്റ്. ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ഞാനും അർജുനും വിജുവും ഗോകുലും എല്ലാവരും കൂടി ഞങ്ങളൊരു വാൽപ്പാറ ട്രിപ്പ് പോയിരുന്ന കണ്ട. എടാ അവിടെ എത്തിയ ഓട്ടോമാറ്റിക്കലി നമ്മള് സമാധാനം, ഒരു എക്സ്പെക്ട് ചെയ്യാണ്ട് പോയൊരു ട്രിപ്പ്, ഒരു വെറുതെ മറക്കൂല ഇല്ല, ഒരു വാവ് ട്രിപ്പായിരുന്നു. അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഞാനത് ഇത്ര ദൂരം പോണ്ട കാരണേ. പിന്നെ മഴയും എനിക്കത് കുഴപ്പമില്ല അതിന്. അപ്പൊ അങ്ങനെ നമ്മളൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന്റെ ഒരു പ്ലാനും കൂടി ഞങ്ങളുടെ കയ്യിലുണ്ട്. അതും കൂടി ഞങ്ങളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ പാക്കേജുകള്, അതിന്റെ കൈൻഡ് ഓഫ് പീപ്പിൾ, അതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സ്ഥലം എവിടെയാ, ലൊക്കേഷൻ എവിടെയാ, എന്ന ഡേറ്റ്സ് എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. വെരി ഈസി, വെരി സിമ്പിൾ, വെരി ഹാപ്പി, വെരി പീസ്ഫുൾ. നോ സ്ട്രെസ്, നോ കമ്പൽഷൻ, നത്തിങ്. വളരെ പീസ്ഫുള്ളായി വന്ന് കുറച്ച് നല്ല നിമിഷങ്ങൾ കൊണ്ട് തിരിച്ചു പോവാ. ദാറ്റ്സ് ഓൾ. ഒരു ഹ്യൂമനായി വന്ന് സമാധാനത്തില് വേറെ ഒന്നുമില്ലാണ്ട് ഫ്രീ ആയിട്ട് പോവാ. നമ്മളായി തിരിച്ചു പോവാ.
അല്ല എല്ലാവരും ഇപ്പോൾ തല പുകഞ്ഞ് ഇപ്പോൾ നമ്മളാണെങ്കിലും എല്ലാ ദിവസവും പോണത് നാളെ എന്ത് ചെയ്യും അല്ലെങ്കിൽ അടുത്ത പരിപാടി എന്ത് ചെയ്യും, അതിൽ നിന്ന് ഒരു 2 ദിവസം ഫ്രീ, അതായത് വേറെ ഒന്നും അല്ലെങ്കിൽ പാട്ടും പാടി ഡാൻസും കളിച്ച് നമുക്കും ചെറുപ്പത്തിൽ ഇപ്പം നമ്മൾ ഈ 2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടിപൊളിയാണ്. ഞാൻ നോക്കുമ്പോൾ അവർ ഫ്രീ ആണ്, അവർ എൻജോയ് ചെയ്യണം. നമ്മൾ ഈ പ്രഷർ കയറുമ്പോഴാണ് അവരുടെ ഇത് കണ്ടിട്ടാണ് നോക്കുമ്പോൾ ആ ഒരു മൂഡ് പിടിച്ച് കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് അറിയാത്ത ആൾക്കാർ ഒന്ന് ഡാൻസ് കളിക്കട്ടെ. ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ നമ്മൾ ഡിസ്കഷൻ വന്നപ്പം ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരാളല്ലേ, പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് പോകുമ്പോൾ കളിക്കാം, അതൊരു രസമല്ലേ. അത് കഴിഞ്ഞ് അതൊരു റീലായി വരുമ്പോൾ നമ്മൾ ഈ 80s-കാരും 90s-കാരും ഏറ്റവും വലിയ ദോഷമാണ് എല്ലാ സ്ട്രെസ്സും നമുക്ക് വരും. അതെ അതെ കല്യാണം കഴിച്ചോ, ജോലിയായോ, എന്ത് ചെയ്യണേ, ഏത് ചെയ്യണേ, എല്ലാം നമ്മളെ സുന്ദരം. നമ്മളൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് തുടങ്ങിയത് തന്നെ അവര് ഈജെത്തിയിട്ടാ. പക്ഷെ അവരിപ്പോ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോയി. അല്ല അവരെന്നെ ഡിസൈഡ് ചെയ്ത് അവരെന്നെ പോണു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പാറ്റേൺ മാറി തുടങ്ങി. കാരണം കുറച്ചും കൂടിയും അതുകൊണ്ട് നമ്മുടെ ട്രിപ്പുകൾ തന്നെ ഫ്രീ ആയി. ഇപ്പം ഈ പറഞ്ഞ ട്രിപ്പുകൾ പോകുമ്പോൾ തന്നെ മുമ്പ് ഒരു പാറ്റേൺ, ആ പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. ഇപ്പം അതല്ല, ഇപ്പം കുറച്ചും കൂടി നമുക്ക് അവർക്ക് ഓക്കെ ആവണം. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുമ്പം ഇപ്പം ഫാമിലി കൊണ്ടുപോകുമ്പം ഇപ്പം ഈ നമ്മുടെ അർജുൻ പറഞ്ഞ തായ്ലൻഡ് ഇപ്പം ആ ട്രിപ്പ് പറഞ്ഞത് ആളുടെ മോനാണ് ഇരുന്നിട്ട് നോക്കി എല്ലാം ഒരു ടച്ചിൽ കിട്ടില്ല, എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആ, ഒന്നും റേറ്റിംഗ് നോക്കി ഹോട്ടൽ, അപ്പൊ ഈ ഹോട്ടലുണ്ട്, ഈ ഹോട്ടല്, അപ്പൊ നമ്മൾ പറഞ്ഞ ആ ഹോട്ടലിലേക്ക് നോക്കാം, ഹോട്ടൽ ചേഞ്ച് ചെയ്ത് സ്ഥലങ്ങൾ മാറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലൊരു ഐറ്റിനറിയിൽ കയറ്റാൻ പറ്റുന്ന സ്ഥലങ്ങളെ നമുക്ക് പറ്റുള്ളൂ. സംഭവം കുറെ സ്ഥലങ്ങൾ പറഞ്ഞാൽ അവരുടെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അവർ പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ഇന്നത് പറയും, ഇന്നത് വന്നാൽ ഇങ്ങനെയും. പക്ഷെ ആ ഐറ്റിനറി ഫുൾ അവർ പൊട്ടിച്ച് ഓരോ സ്ഥലങ്ങൾ മാറ്റി. അത് ആക്ച്വലി ഞാൻ നോക്കിയപ്പം പിള്ളേർ ആക്ച്വലി ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മളൊരു ഫിക്സഡ് ഐറ്റിനറി ഇട്ടിട്ട് നമുക്ക് ഒരാളുടെ കയ്യില് നമ്മളൊരു ഇന്ന സ്ഥലം ഇട്ടിട്ട് കാര്യമില്ല, അവര് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലങ്ങൾ വേണം. ആക്ച്വലി അതാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് അവര് അതിൽ അവർ ഹാപ്പിയാണ്. കാരണം ഈ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നാമത് എല്ലാവരും പ്രഷറില്ല. അപ്പോൾ ആ സമയത്ത് ഇവർ ഈ പ്രഷർ വെച്ചിട്ടാണ് ഒരു ട്രിപ്പ് വരെ. ഇതവിടെ വെച്ച് അവർ ഹാപ്പി ആവില്ല. ഇത് ശരിക്കും ഞാൻ എൻ്റെ ഗസ്റ്റിനോട് പറയാം, ഒന്ന് ഫ്രീ ആവും, 2 ദിവസം ഫ്രീ ആയി വന്ന് അവിടെ എത്തുമ്പോൾ നമുക്ക് എന്നാലും ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമ്മൾ ഗോവ പോയാലും മൂന്നാർ പോയാലും തായ്ലൻഡ് പോയാലും നമ്മൾ ഈ തലയിൽ ലോഡ് വെച്ച് പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ നിന്ന് കറങ്ങുള്ളൂ. ഫ്രീ ആയി സമാധാനത്തിൽ പോയി അവിടെ എന്താണ് അതിപ്പോൾ നമുക്ക് സാധാരണ ഒരു ചോറ് കിട്ടിയാലും നമ്മൾ ഓക്കെ അത് അടിപൊളിയാന്ന് പറയും. ഇത് നമ്മുടെ പ്രഷറിലിരിക്കുമ്പം ഇതിലൊരു ചകര ഉപ്പ് കൂടിയാൽ പോലും ഇതിങ്ങനെയല്ലല്ലോ സംഭവം. നമ്മുടെ നാട് വിട്ട് പുറത്ത് പോയാൽ നമുക്ക് കുറേയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ഈ ഒന്നാമത് ഈ പറഞ്ഞ ഒരു ഹെക്റ്റിക് ആയിട്ട് പോകുമ്പോൾ ഞങ്ങൾ തായ്ലൻഡ് പോയിട്ട് പെട്ടു, ഞങ്ങള് വെജ് പോയി മാർഗരീറ്റ പിസ്സ തന്നെ കഴിച്ചോണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് മാർഗരീറ്റ, ലഞ്ച് മാർഗരീറ്റ, നൈറ്റ് മാർഗരീറ്റ, പിന്നെ മറ്റേ മാംഗോ സ്റ്റിക്കി റൈസ്, അതാണ് പിന്നെ പിന്നെ ഫ്രൂട്ട്സ്. നടക്കില്ലേ. പിന്നെ വെജും കൂടി പനീറൊന്നും കേട്ടിട്ടൂടില്ല. പനീറോ അതെന്താ? KFC-ല് പോലും വെജ് ബർഗർ ഇല്ല. സാധാരണ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് അല്ലേ എല്ലായിടത്തും ഉണ്ടാവണ്ടല്ലോ. KFC-ല് പോലും വെജ് ബർഗർ യാത്ര പോയ ബ്രെഡ് കൊണ്ട് ഞങ്ങള് കിട്ടിയാ മതി, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ശരിക്കും നമ്മൾ പറയുമ്പോൾ വിചാരിക്കും ഇവർ ഇന്റർനാഷണൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇവര് ഔട്ട് ഓഫ് ഇന്ത്യ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരു വലിയ പാക്കേജസ് മാത്രമേ ഉള്ളൂ എന്ന്. അല്ലാട്ടാ, ലോക്കല് സ്കൂൾ ട്രിപ്സ്, കോളേജ് ട്രിപ്സ്, മറ്റേ IT പാർക്ക് എല്ലാം ഉണ്ട് ഇവരുടെ. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. അല്ല, നമ്മള് ഇന്റർനാഷണൽ മാത്രം ചെയ്യണേക്കാളും ഇത് ചെയ്യുമ്പോ നമ്മളൊന്ന് പ്രായം കുറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോളേജ് പിള്ളേരെ കൊണ്ടുപോകുമ്പോഴത്തെ അതൊന്നും വേറെ. കാരണം 10-40 കോളേജ് നല്ലോണം ചെറുപ്പം ഒന്നും ട്രിപ്പിൽ അവനെ വിടരുത്, ഞാൻ പൊക്കോളാം. ഞാനൊന്നും ശ്രദ്ധിക്കാനല്ലേ. അല്ല, ആക്ച്വലി കോളേജ് പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവരുടെ വൈബില് പോവാ. നമ്മൾ ആക്ച്വലി അതില് ഭയങ്കര സീരിയസ് ആയി ഇരുന്നോണ്ട് ഒന്നും ആവില്ല. എന്റെ ഒരു മാഷുണ്ട് ബൽരാജ്, പുള്ളി എന്റെ അടുത്ത് എപ്പോഴും പറയും, നിന്റെ കൂടെ നടക്കുമ്പോ ആൾക്ക് 55 വയസ്സുണ്ട്. പുള്ളി പറയും, നിന്റെ കൂടെ നടക്കുമ്പോഴാണ് ഞാൻ ചെറുപ്പായെന്ന് എനിക്ക് തോന്നണെന്ന്. ഒരു 10 കൊല്ലം മുമ്പ് പറഞ്ഞ ഞാൻ ചെറുപ്പായിരുന്നു, ഇപ്പോഴും ചെറുപ്പാണ്. അല്ല, അപ്പം ആക്ച്വലി നമ്മൾ ഈ ഇപ്പം നേരത്തെ DJ കളിക്കുമെന്ന് പറഞ്ഞല്ലോ, നമ്മൾ അവരുടെ കൂടെ പോയി ഡാൻസ് കളിക്കും. അതായത് ഇത് കഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കൊരു ഫ്രീ ആണ്. ഈ 3 ദിവസം നമ്മൾ പോയി വരണ സമയത്ത് നമ്മളൊരു പ്രായം കുറഞ്ഞു. പിന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സംഭവം ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഏജ് ഗ്യാപ്പ്. പക്ഷെ അത് നമുക്ക് ആക്ച്വലി അതെ അത് കിഡിലെന്നാണ്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അത്ര അടിപൊളിയായിട്ട് അവരുടെ സ്റ്റൈൽ ഓഫ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കോളേജ് കാലത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങള് പോയിരുന്ന സമയത്തൊക്കെ അതെല്ലാം അവര് പറഞ്ഞോണ്ടിരിക്കുന്നത്. അവര് വേറെ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആമ്പിള്ളേരോട് പോയിട്ടോ ഞങ്ങളൊന്നും പഠിക്കുന്നത്, ഞാൻ ഫുൾ ബോയ്സ് സ്കൂളിലായിരുന്നു. ഞാൻ ഗേൾസ് മിക്സറിൽ പഠിച്ചിട്ടില്ല. മോഡൽ ബോയ്സ് അതൊക്കെ ബോയ്സോ വേറെ എന്തെങ്കിലും പഠിച്ചിട്ടില്ല.
അപ്പൊ ഇപ്പോഴത്തെ ഇന്നെന്തോ ഗേൾസ് ഒക്കെ ആയിട്ട് പോവാന്ന് വെച്ചാൽ അതൊരു വലിയ വീട്ടിലൊക്കെ വലിയ ഇവർക്ക് ആ സംഭവമായിരുന്നു അവരുടെ. ചിന്തയില്ല ബൈക്ക് എങ്ങനെ പറപ്പിക്കാം ഈ ആ നമ്മളൊക്കെ ആണല്ലോ. നമ്മളൊക്കെ അന്ന് ബൈക്ക് ഓടിക്കുക, ട്രാക്കിൽ ഓടിക്കുക, പാടത്ത് കണ്ടങ്ങളൊക്കെ പോവുക, ഫുട്ബോൾ കളിക്കുക, വായ നോക്കാനൊക്കെ മറന്നുപോയി അന്ന് ആക്ച്വലി ഇട്ടാ. ഇപ്പൊ നല്ലോണം നോക്കുന്നുണ്ട്. പക്ഷെ അന്ന് നമുക്ക് അന്ന് അങ്ങനെ പ്രാന്ത് ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ വി ആർ മോർ ഇൻ ടു ബൈക്കിംഗ് അല്ലെങ്കിൽ ഹൈക്കിംഗ്. അന്നേ ഉണ്ട് എനിക്ക് ഈ ബൈക്കിംഗ് അഡ്വഞ്ചർ പരിപാടി അഡ്വഞ്ചർ ആയിരുന്നു അന്ന്. അത് കാരണം ഈ ഒരു സെഗ്മെന്റ് പിടിച്ചില്ല സ്ഥലം സമയം സമയത്ത് ധാരാളം. അപ്പൊ നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ പരിപാടിയും ചെയ്യും. അത് ആക്ച്വലി നമുക്ക് വേറെ ടീമാണ്. ഓ. രണ്ടും ഹാൻഡിൽ ചെയ്യണത് വേറെ വേറെ ടീമുകളാണ്. കാരണം ഈ സ്കൂൾ കോളേജിന്റെ വേറെ സെഗ്മെന്റ്, ഉവ്വ. അതിന്റെ പാറ്റേൺ വേറെയാണ്. ഓ. ഇനി ഈ സെയിം സാധനം തന്നെ ഫാമിലി കോർപ്പറേറ്റിലേക്ക് വരുമ്പോൾ വേറെ. നമുക്ക് വേറെയാണ്. പക്ഷെ ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്ലസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഫാമിലി കോർപ്പറേറ്റിന്റെ ബഡ്ജറ്റ് ആയിരിക്കും നമ്മൾ കൂടുതലും ഈ പറഞ്ഞ സ്കൂൾ കോളേജിന് പുഷ് ചെയ്യുക. ഉം, ഉം. കാരണം അതിന് താഴത്തേക്ക് നമ്മൾ ആക്ച്വലി മുമ്പ് ചെയ്യാം. ചെയ്യുന്നില്ല. ഇനി കുറച്ച് നമ്മൾ ലാഭമില്ലെങ്കിലും കുഴപ്പമില്ല, വൃത്തിക്ക് കുഴപ്പമില്ല. ചെയ്യാം. അതെ അല്ലേ? ഇപ്പൊ ഭയങ്കരമായിട്ട് എണ്ണം കൂട്ടല് നമുക്കിപ്പം ഇപ്പം എല്ലാവരും ഈ റേറ്റ് കുറക്കണതിന്റെ കാരണം മന്ത്ലി 10 എണ്ണം ചെയ്യണം, 20 എണ്ണം ചെയ്യണം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത് ഒന്നാമത് നമുക്ക് റിക്വയർമെന്റും ഇല്ല. പിന്നെ ഈ പോണത് റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ആക്ച്വലി നമ്മൾ നന്നായിരിക്കണം. ഈ റേറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറയ്ക്കാന്നുള്ളത്. അതെ അപ്പൊ തീർച്ചയായിട്ടും. ഡോണ്ട് ഡു ദാറ്റ്. അതെ അതെ നമ്മളത് ചെയ്യണ്ട. നമ്മുടെ പോളിസി അതുകൊണ്ട് കാര്യമില്ല. ആ അതെ, അതെ. ക്വാളിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതെ. ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ടൈം ഇല്ല. കിട്ടില്ല. നമുക്കൊരു 10 രൂപ കുറവ് കിട്ടിയാലും കുഴപ്പമില്ല. അതെ അതെ അത് വൃത്തിക്ക് ചെയ്യാം. തീർച്ചയായിട്ടും. ആ ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ, അത് കുഴപ്പമില്ല, അതിൽ ഇത്ര വെള്ളം ചില സാരില്ല, അത് നീറ്റാ. അതിലിപ്പോ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ട്രാവൽ ബഡ്ജറ്റ് കുറഞ്ഞു, എല്ലാം ഹോട്ടലിലെ പോയി. ബഡ്ജറ്റ് കുറഞ്ഞു, ഫുഡിന്റെ ഫുഡിന്റെ ക്വാളിറ്റി പോയി. അതിന് എല്ലാം പിടിക്കണ്ട. അതെ, അതെ, കാരണം അതെ, അത് റേറ്റ് കുറവിൽ കൊടുക്കണ ആള് ചിലപ്പോൾ എടുക്കുമായിരിക്കും. പക്ഷെ ഈ കംപ്ലൈന്റ് തിരിച്ചു വരും. അതെ. അതെ, അതെ. അതിനും അത് ചെയ്യാം. തീർച്ചയായിട്ടും. ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ഇത് അതാ ഭംഗി. റിട്ടേൺ ബെറ്റർ. അവരത് ചെയ്തില്ലെങ്കിലും വിരോധമല്ലേ അതെ. നമുക്ക്. സന്തോഷം. നമുക്ക് നമ്മുടെ ഐറ്റിനറി വെക്കുക, നമ്മുടെ കാര്യങ്ങൾ ഡിസ്കഷൻ. ഇപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രസന്റേഷൻ കൊടുത്ത് അവർക്ക് ഡീറ്റെയിൽ ഒരു സ്ട്രക്ചർ കൊടുത്ത് അവർക്ക് അത് ഓക്കെ ആണെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞ ഫാമിലി കോർപ്പറേറ്റിന് കൊടുക്കുന്ന സെയിം സ്കെയിലിൽ തന്നെ നമ്മൾ കോളേജ് സ്കൂളിൽ ഓ. പ്രസന്റ് ചെയ്ത് അവർക്ക് എങ്ങനെയാണ് വേണ്ടത്. ഇപ്പം ഒരു സെഷൻ പറയണം, അവർക്ക് ഒരു 10 മിനിറ്റിൽ അവർക്ക് ഡിസ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ടീം പോയി ഓ. അവർക്ക് അത് കാണിച്ചു കൊടുത്ത്, ഇനി അവർക്ക് PPT വേണമെങ്കിൽ PPTയിൽ കൊടുത്ത് കറക്റ്റ് നമുക്ക് ഫോർമാറ്റ് അത് ഹോട്ടൽസും ഓൾ ഇന്ത്യ എങ്ങനെ വേണമെങ്കിലും ഓൾ ഇന്ത്യ എവിടേക്കാണോ. Anywhere. കാരണം എന്താ വെച്ചാൽ സ്കൂളും കോളേജും എന്നൊക്കെ പറയുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടാവും. ഓ. കോളേജ് ആകുമ്പോൾ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ നോർത്തിലേക്കും ഹൈദരാബാദ്, അതുപോലെ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ കൊടുക്കുന്ന മത്തേരൻ മുംബൈ നമ്മളിപ്പോൾ ഈ സീസൺ തൊട്ടിട്ട് ഇടുന്നുണ്ട്. അത് ബസ് തന്നെ. അല്ല, നമുക്ക് ട്രെയിനിൽ പോയി ട്രെയിനുണ്ട്. മുംബൈയിൽ നിന്ന് നമ്മൾ ബസ്, ഓ. അതായത് ഇവിടെ നമ്മൾ ട്രെയിനിൽ, കാരണം ഇവിടെ നിന്ന് മുംബൈ പോകുമ്പോൾ ലോങ് ആണ്, ഭയങ്കരമായിട്ട് നമ്മൾ ക്ഷീണിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ട്രെയിനിൽ പോയി മുംബൈയിൽ ഇറങ്ങി, മുംബൈയിൽ നമ്മൾ നേരെ മത്തേരന് പോകും, മത്തേരൻ കാണിക്കും, തിരിച്ചൊരു ദിവസം മുംബൈയിൽ വരും. ലാസ്റ്റ് ടൈം മുംബൈ കണ്ട് മറ്റേ നമ്മുടെ ഹോട്ടലും താജ് ഹോട്ടലും ഇതൊക്കെ കണ്ട് ഒന്ന് മുംബൈ സിറ്റി ഒന്ന് കറങ്ങി കണ്ട് തിരിച്ചു പോരാ. അപ്പോൾ അത് ഓർമ്മ വന്നാ അല്ലേ? താജില് നമ്മൾ പോയത്, ഞങ്ങള് താജില് ഇന്ത്യ ഗേറ്റില് പോയത്, നമുക്കൊരു ഇവിടെ ആദ്യത്തെ യാത്രയായിരുന്നു അത്. ഞങ്ങളുടെ ഫസ്റ്റ് മുംബൈ യാത്ര. യാത്ര മുംബൈ. ഫോട്ടോ. ശരിക്ക് ഒരു ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിന്ന് ഗെയിം തുടങ്ങാം. അതായത് ഒരു 2016 ഞാനും അമ്മയും കൂടി വാരണാസി പോയ ട്രിപ്പ്. ഒരു 17ലോ 18ലോ സംവെയർ അറൗണ്ട് ഒരു ഉമ്മ, ഞാൻ പലയിടത്തും ആ കഥ പറഞ്ഞിട്ടുണ്ട്, ഒരു ഉമ്മച്ചി എന്നെ വിളിച്ചിട്ട്, മലപ്പുറം സംവെയർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ അമ്മയും കൊണ്ട് വാരണാസിയെ പോയ അതേപോലെ എന്നെയും ഒന്ന് കൊണ്ടുപോകാന്ന് ചോദിച്ചു. അപ്പൊ ആക്ച്വലി ഞാനും അമ്മയും പോയ പല റൂട്ട്സും നമുക്ക് ഈ ട്രിപ്പിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. അല്ലേ? അതൊരു പറ്റുന്ന ചില ട്രിപ്സിൽ ഞങ്ങളും വരാം. എനിക്ക് ഇപ്പോഴും അന്ന് ആ ഉമ്മച്ചി ചോദിച്ചതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം അന്ന് ഞാനൊരു വലിയ യാത്ര കഴിഞ്ഞ് വന്ന് നിൽക്കുക. അപ്പൊ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എങ്ങനെ അങ്ങനെ കൊണ്ടുപോവാന്ന് അന്ന് എനിക്കൊരു ഒരു തോട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു എവിടുന്നോ വിളിച്ചൊരു ഉമ്മച്ചിയെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? നമ്മളൊരു അറിയാത്ത ഒരാളെ, ആളുടെ 2 മക്കളും പുറത്ത് എവിടെയാ, ആളുടെ ഹസ്ബൻഡ് ഉണ്ട്. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വാരണാസി കാണണം. ഒന്ന് ആലോചിക്കും, ഒരു മുസ്ലിമാ. പുള്ളി പറയും, എനിക്ക് വാരണാസി കാണണം, മോൻ എങ്ങനെയാണോ അമ്മ കൊണ്ടുപോയത് അതുപോലെ എന്നെ ഒന്ന് കൊണ്ടുപോകണം, അതിന് എത്ര രൂപയിലും കുഴപ്പമില്ല. അങ്ങനെയായിരുന്നു ആളുടെ ഒരു ഇത്. പക്ഷെ അന്ന് എനിക്കത് പറ്റിയില്ല. അതിൻ്റെ ഒരു റിഗ്രറ്റ് നമുക്ക് ഈ ഒരു കമ്പനിയിൽ, സ്കൈ ഹോളിഡേയ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനിയിൽ നമുക്ക് തീർക്കണം. ഒരുപാട് അമ്മമാർക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാതെ, ഒരുപാട് അമ്മമാർക്ക് അങ്ങനെ വീടിൻ്റെ ആ ഒരു ചട്ടക്കൂട് പൊളിച്ചു പോകാൻ പറ്റാതെ സ്റ്റക്കായിരിക്കുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ പൊട്ടിച്ചെടുക്കാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് മെയിൻ. അത് യാത്രകൾ ചെയ്യാത്തവര് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കുറെ കാശ് കൊടുത്ത് യാത്ര ചെയ്യുക, അതല്ലേ മെയിൻ കാര്യം. പോവാത്ത സ്ഥലങ്ങളിൽ പോവാ. അതെ, നമ്മള് ചിലപ്പോ ബസ്സിലാവും പോവാ, ചിലപ്പോ നമുക്ക് അധികം പൈസ ഇല്ലാത്തവരാവും. അപ്പൊ നമുക്ക് എല്ലാവരും ഒരു AC കാറിലോ അല്ലെങ്കിൽ ഒരു AC വാനിലോ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു ബൈക്കിന്റെ പിന്നിലിരുത്തിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ വിയറ്റ്നാമിലൊക്കെ അങ്ങനെയാണ്, നമ്മളൊരു ബഡ്ജറ്റ് ട്രിപ്പ് കൊണ്ടുപോകാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്, വിയറ്റ്നാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചോദിച്ചു. Note the point. അപ്പൊ അങ്ങനെ അതിലെങ്ങനെയാന്ന് വെച്ചാൽ നമ്മള്
എല്ലാവർക്കും പോകണം, എല്ലാവരും യാത്ര ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അവിടുത്തെ ബൈക്ക് റെന്റ് കാര്യങ്ങളുണ്ട്. അപ്പൊ അവരെന്നെ വണ്ടി ഓടിക്കും, നമ്മൾ അതിന്റെ ബാക്കിലിരിക്കുക, നമ്മൾ ഫോട്ടോ എടുക്കുക, അവിടുത്തെ എന്താ പറയാ, അവിടെ സ്ഥലങ്ങൾ ആ കാണാം. അരി കൃഷി അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട്, പാടം, ഒരു എന്താ പറയാ റൈസ് ടെറസ്, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വലിയൊരു വ്യൂ പോയിന്റ് കാണാൻ പോവുക. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർക്ക് ചെലവ് കുറയ്ക്കാം, കാര്യങ്ങൾ കുറയ്ക്കാം, പിന്നെ ആ മുഷിച്ചില് കുറയ്ക്കാം. ഈ കാറിലിരുന്ന് ഇങ്ങനെ കുറെ ലോങ് പോണു, കുറെ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരും, നമ്മളവിടെ പോയിട്ട് അത് എന്തെങ്കിലും ശരിക്കും അനുഭവിച്ച കാണണ്ട. ഞാനാണ്. ആ ലഡാക്ക് പോയി അല്ല മണാലി പോയപ്പോ എപ്പോഴും എനിക്ക് കാറിൽ കൊണ്ടുപോയി ചേർത്ത. അപ്പോൾ അവൻ കുറേ നിർബന്ധിച്ചു നമുക്ക് ബൈക്കിൽ പോകാം, അത് അതിന്റെ രസം അറിയണമെങ്കിൽ. സത്യം ഈ 10-62 കൊല്ലം ഞാൻ വെറുതെ കളഞ്ഞല്ലോ എന്നൊരു സങ്കടം അതെ, വന്നു. അതെ. അത് പോയതിന് ശേഷം. റീസെന്റ് ലാസ്റ്റ് ട്രിപ്പ് പോയില്ലേ, ആ ഈ ചേട്ടൻ ബൈക്ക് ഓടിക്കാത്തത് അധികം. ആ ഈ ചേട്ടനെ ഓടിച്ചു കഴിഞ്ഞിട്ട് ശരത്തണ്ണ രണ്ടാമത് വിളിച്ചിട്ടുണ്ടായിരുന്നു ട്രിപ്പ് കഴിഞ്ഞിട്ട്. എൻ്റെ അടുത്ത് ഞാൻ ഈ ലഡാക്കിലേക്ക് ആദ്യം വരാം. ലഡാക്കിൽ ഞാൻ മണാലിയിൽ നിന്ന് പോണ വഴിക്ക് ഞാനിങ്ങനെ അമ്മോട് പറഞ്ഞു, കാറിലിരുന്ന് പോയാൽ ഒന്നും മനസ്സിലാവില്ല അമ്മ, ഭയങ്കര നീ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും. നമുക്കൊരു മുഷിച്ചല് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളത് ഫീൽ അതെ, ചെയ്യുന്നില്ല, ഫീലിംഗ് നമ്മൾ അറിയില്ല, അവിടുത്തെ പ്രകൃതി സ്ഥലത്തിന്റെ അറിയുന്നില്ല. എന്താന്ന് അറിയില്ല. കാരണം അതന്നെ അതന്നെ. ആ സന്തോഷം. ആ ഒരു ലൈഫ് നമ്മൾ ടച്ച് ചെയ്യുന്നില്ല, നമ്മൾ ആ ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഞാൻ കുറച്ച് നേരമായി ഞാനിങ്ങനെ എന്താ പറയാ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു, ഇങ്ങനെ നമുക്ക് ബൈക്കിൽ പോവാം, ബൈക്കിൽ പോകുമ്പോ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ തൊടാം, നമ്മുടെ കാൽച്ചോട്ടിലായിരിക്കും മൗണ്ടൻസ്, അങ്ങനെയൊക്കെയാ പറയുന്നത്. സത്യം. അമ്മയ്ക്ക് എന്താ വെച്ചാൽ അമ്മയുടെ അമ്മ പണ്ട് ബൈക്കിൽ നിന്ന് വീഴുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രോമയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അമ്മയ്ക്ക് ബൈക്കിൽ പോകണ്ട. എന്റെ കയ്യിലൊക്കെ എത്രയോ വണ്ടം വണ്ടികൾ ഉണ്ടായിരുന്നു, 1000 cc ഒക്കെ ഉണ്ടായിരുന്ന പണ്ട്. ചില സങ്കടമുള്ള ഒന്നിലും കയറിയിട്ടില്ല. എനിക്കറിയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല കേട്ടാ, ഒരു ആക്റ്റീവ് പോലും ഇല്ല. അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ബൈക്കിൽ പോയാലാണ് അതിന്റെ ലൈഫ്. അപ്പൊ അമ്മ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ റൂമിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് എന്നാ നമുക്ക് ബൈക്കിൽ പോവാല്ലെന്ന് ചോദിച്ചു. അപ്പൻ എന്റെ ഒരു ഗഡിയുടെ അവിടെ, മോനെ നീ വേഗം ബൈക്ക് കൊണ്ട് ഞാൻ പലതവണ അല്ലേ പോയിട്ടുള്ളതാ. അപ്പൊ ഞാൻ സ്ഥിരം ബൈക്ക് എടുക്കുന്ന വെച്ചുള്ളുണ്ട്. ഈ പറഞ്ഞ പോലെ റോയൽ എൻഫീൽഡ് സാധാരണ ആൾക്കാർ 2000, 2200, 2300 തരാണെങ്കിൽ ഇവന്റെ വണ്ടി 3000 അല്ലെങ്കിൽ 2800 ഒക്കെയാ. ലിറ്റിൽ എക്സ്പെൻസീവ്, പക്ഷെ നല്ല ടയേഴ്സ്, നല്ല ലൈറ്റ്സ്, നല്ല ബ്രേക്സ്. അപ്പൊ ആ കാശ് കൂടുതൽ കുഴപ്പമില്ല. കാരണം 2000 രൂപ എടുത്തിട്ട് ബ്രേക്കും ഇല്ല, കെട്ടി മറിഞ്ഞ് വീഴും ചെയ്യും, ലോറി വിളിച്ച് വണ്ടി പിക്കപ്പ്, ആംബുലൻസ്, ഹോസ്പിറ്റല് 10,000 രൂപ പോയി. അതിന് 3000 രൂപന്ന്. ഞാനിപ്പോഴും അങ്ങനെയാ നോക്കാറ്. അങ്ങനെ ആ ബൈക്ക് ട്രിപ്പിലാണ് അമ്മയ്ക്ക് ആ ഒരു ഫീല്, പിന്നെയും ബൈക്കിൽ പോകണമെന്ന് തോന്നല് വന്നത്. അതുവരെ വേണ്ട, എനിക്ക് പറ്റില്ല, ആ ഒരു എഡമൻസി ആയിരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാത്തത്. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വിജു എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ആ വാൽപ്പാറയിൽ ആ മിസ്റ്റിൽ ഓടിച്ചോണ്ടിരിക്കുമ്പോ അവന്റെ അടുത്ത് ഇങ്ങനെ പറയാ, ഡാ താങ്ക് യു ട്രാ, താങ്ക്സ്. അതായത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അത് ഫീൽ ചെയ്യാണല്ലോ. ഇതുവരെ അത്രയും ഒരു ലോങ് ഓടിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്രയും ആ ഒരു ടെറൈനില് പോയിട്ടില്ല. ഇപ്പൊ ഞാനും വിജുവും അർജുനൊക്കെ കൂടി ഗോവ മറ്റേ മോട്ടോർ റൈഡിന് പോയിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ അത് സമതലല്ലേ, അതിന്റെ ഒരു ഫീലില്ല. സംഗതി ഗോവയാണ്, രസമുണ്ട്, ബീച്ച് ഉണ്ട്, ഒക്കെ കളറാണ്. പക്ഷെ എപ്പോഴും ഈ മൗണ്ടൻസ്, ഹില്ലി ഏരിയാസ്, മിസ്റ്റ്, ക്ലൗഡ്, ഫോറസ്റ്റ്, അതിന്റെ ഒരു ഫീൽ ഗുഡ് വേറെ. ക്ലൈമറ്റ് അവിടെ നമ്മള് പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലല്ലേ, എയർ വരെ മാറല്ലോ. ഒന്ന് ഡീപ്പ് ബ്രത്ത് എടുക്കുമ്പോ തന്നെ ഒരു പ്രത്യേക സുഖം. ഫീലാണ് കേട്ടോ അത്. സത്യം എനിക്കും കുറച്ചു നേരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ശരത്തിനായി പേടി, ശരത് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തൊട്ട് ഞാനിങ്ങനെ കാലും ഇങ്ങനെ പിടിച്ചിരിക്കുക. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ സ്ലോ സ്പീഡാ, 20 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ പോകണുള്ളൂ. പിന്നെ ആ ടെറൈൻ അങ്ങനത്തെ അല്ലേ, ഫുൾ മഡി, സ്ലഷി, വാട്ടർ, ഐസ് എല്ലാം ഉണ്ട്. ഞാൻ ഭയങ്കര സ്ലോയിലാ പോണേ. എങ്ങാനും കെട്ടി മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നിനക്ക് വല്ല പ്രാന്തണ്ട അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോവാന്ന് നാട്ടുകാർ ചോദിക്കും. അപ്പൊ ആക്ച്വലി അത് കാരണം ഞാൻ ഭയങ്കര സ്ലോ സ്പീഡിലാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഞാനും അമ്മയും കൂടി പോയ പല സ്ഥലങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ലേ ഒരെണ്ണം, അതല്ലെങ്കിൽ അജന്ത എല്ലോറ, അത് നമുക്കൊരു പാക്കേജ് ആക്കണം. കാരണം അവിടുന്നാണ് അമ്മയ്ക്ക് യാത്ര ചെയ്യണം എന്നുള്ളൊരു മൂഡ് വന്നത്. ഫസ്റ്റ് ട്രിപ്പ് ബോംബെ. അല്ല, അതിന് മൂടുണ്ടായിട്ട് കാര്യമില്ല, എക്സിക്യൂട്ട് ചെയ്യണ്ടേ. മൂഡ് മാത്രമല്ലോ, എക്സിക്യൂട്ട് ചെയ്യണം. നമ്മള് പലതും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, നമ്മൾ അതിനെ ഇറങ്ങണം. മൈറ്റ് ബി എ ഫെയിലിയർ, മൈറ്റ് ബി എ സക്സസ്. ബോംബെക്ക് നോണ പറഞ്ഞു കൊണ്ടുപോയതാ. 3 ദിവസത്തേക്ക് എന്ന് പറഞ്ഞു പോയതാ. 9 ദിവസം ഇതൊക്കെ ഇറങ്ങി. ഇതൊക്കെ ബോംബെ പോയി, ബോംബെന്ന് നേരെ ഷിർദി പോയി,
അവിടുന്ന് നേരെ നാസിക്ക് വന്നു, ശനി സിംഗ്നാപൂർ കയറി, അവിടുന്ന് നേരെ അജന്ത എല്ലോറ, ഔറംഗാബാദ് വന്ന് കേവ്സ് ഒക്കെ കണ്ട് കേവ്സ് കണ്ട് അജന്ത എല്ലോറയും അടിപൊളിയാണല്ലേ. ഞാൻ കാണേണ്ട ഒരു സ്ഥലമാണ് അത്. ഞാൻ എപ്പോഴും പറയും, അമ്മയുടെ ഒരു പിക്ചർ ഉണ്ട് ഇങ്ങനെ വായ തുറന്ന് നോക്കി. കാരണം അമ്മ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊത്തുമണി തെക്കേ ഗോപുരനടയായിരുന്നു. വടക്കുന്നാഥനായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇത്. അതൊക്കെ തന്നെ, അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്നാലും അജന്ത എല്ലോറ കാണുമ്പോൾ ഇത്രയും ഒരു വണ്ടർ നമ്മുടെ ഭൂമിയില്, അത് ഇന്ത്യയിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീല് കാണും ഈ അജന്ത എല്ലോറ. അതിന്റെ ഒരു അതാ ഞാൻ പറഞ്ഞേ, അത് നമ്മുടെ ഒരു പാക്കേജ് ആക്കണം അതിനെ. അതിങ്ങനെ ആൾക്കാർക്ക് ഈവൻ എനിക്കിപ്പോഴും, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷനിൽ വന്നൊരു കാര്യമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ, അതൊക്കെ വർക്കാവോ ഇല്ലയെന്നൊന്നും അറിയില്ല. തൃശ്ശൂർ പാക്കേജ് എങ്ങനെയുണ്ട്? വടക്കുന്നാഥൻ, ഗുരുവായൂരപ്പൻ, ശക്തൻ പാലസ്, തെക്കേ ഗോപുരനടയിൽ കപ്പലിന്റെ കഴിച്ചിരിക്കുന്നു. ഒരു പാക്കേജാ. ഒരു കൊട്ടും ഒരു ചെണ്ടമേളം കൂടി കാണിച്ചാലാണ് അതൊരു ഫിനിഷിംഗ് ആവും. ചുമ്മാ ഞങ്ങളിങ്ങനെ ഒരു ഇന്റഗ്രേഷൻ നോക്കുമ്പോ നമ്മളിതൊരു പലതരത്തിലാവാം. നമ്മള് പുത്തമ്പള്ളി പല കാറ്റഗറി. ഹലോ, ഏഷ്യയിലെ ഏറ്റവും വലിയ ബൈബിൾ ടവർ എവിടെയാ? പോട്ടെ, ഏഷ്യയിലെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി എവിടെയാ? ഒക്കെ തൃശ്ശൂരാ. ഞാൻ പറയണേ, നമ്മുടെ ഇപ്പൊ തൃശ്ശൂരിനെ നോക്കുകയാണെങ്കിൽ, നമ്മൾ തൃശ്ശൂർ മാത്രം എന്നല്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, കാരണം എൻ്റെ ഒരു കോർ സബ്ജക്റ്റ് ആയിരുന്നു. തൃശ്ശൂരിനെ നോക്കുകയാണെങ്കിൽ 4 ഡിവിഷനായി സബ് ചെയ്തിട്ടുണ്ട്. നീല ഈസിക്കൽ ടു വാട്ടർ, കടല്, പോൺസ്, അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിൽ തന്നെ 4-5 ചിറകളുണ്ട്. വടക്കേ ചിറ, പടിഞ്ഞാറേ ചിറ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാട്ടർ സ്പേസുകളുണ്ട്. അതേപോലെ നാട്ടിക ബീച്ച്, സ്നേഹതീരം ബീച്ച്, ഇപ്പുറത്തെ സൈഡ് നോക്കണം, അങ്ങനെ കുറെ വാട്ടർ ബോഡീസ് ഉണ്ട് തൃശ്ശൂർ. ഫോറസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ റൂട്ട ഏറ്റവും ബ്യൂട്ടിഫുൾ. ഞാൻ ഒരുമാതിരി എല്ലാ നാഷണൽ പാർക്സും പിടിച്ചിട്ടുള്ള. ഞാൻ ഈവൻ ഇപ്പൊ ഈ അടുത്ത് ഞങ്ങൾ ഈ അതിരപ്പള്ളിയുടെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു ഇതിന് ട്രക്കിങ്ങിന് പോയില്ലേ, അന്ന് ഞാൻ അവിടെ ആ സ്റ്റേജിൽ പറഞ്ഞായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാട് അതിരപ്പള്ളി, വാൽപ്പാറ റൂട്ടില ഫോറസ്റ്റാ. അതിന്റെ ഒരു തിക്നെസ്, അതിന്റെ ഒരു സ്മെല്ല്, അതിന്റെ ഒരു പച്ചപ്പ്. രത്തംബോറൊക്കെ ഡ്രൈയാ, ബ്രൗണാ, പിന്നെ ഈ തിക്നെസ് ഇല്ല, ഭയങ്കര ഇടവിട്ടുള്ള മരങ്ങളാ. നമ്മള് സബ്ജക്ട് ഒന്ന് മാറിപ്പോണ്ട്. ആമസോൺ കണ്ടാലേ അങ്ങനെ പറയുള്ളൂ. കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ പറയായിരുന്നു, അതായത് ഒരു തൃശ്ശൂരിന് ഇപ്പൊ ഒരു ഹിന്ദുയിസം നോക്കുകയാണെങ്കിൽ നമുക്കൊരു മിക്സ് ചെയ്തിട്ടും ചെയ്യാട്ടാ. വടക്കുന്നാഥൻ, ഗുരുവായൂർ, അല്ല എല്ലാം കൊടുക്കാം നമുക്ക്. ഗുരുവായൂരപ്പൻ, വടക്കുന്നാഥൻ, പിന്നെ ശക്തൻ പാലസ്. ഇനി ക്രിസ്ത്യൻ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൂർദ് പള്ളി, പുത്തമ്പള്ളിയില് ഏഷ്യയിലെ തന്നെ ഏറ്റവും, എനിക്ക് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ 3rd ടോളസ്റ്റ് ആണ്. ഞാൻ എപ്പോഴും ഫസ്റ്റ് എന്നാ പറയാറ്, ബാക്കി 2 നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും 3rd ടോളസ്റ്റ് ആണ്, ഞാൻ ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ്. അതുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചേരമാമ്പള്ളി, അതുപോലെ പാലയൂർ പള്ളി. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തൃശ്ശൂരുള്ളതാട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂരത്തെ മാത്രമല്ല, ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാരണം ഈ പറഞ്ഞ പോലെ പാലയൂർ പള്ളി, ലൂർദ് പള്ളി, പുത്തമ്പള്ളി, അതേപോലെ ചേരമാൻ പള്ളി, ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോസ്ക, അത് നമ്മുടെ അവിടെയാ. അതിന്റെ ചരിത്രം അറിയുന്ന ഒരുപാട് പേരുണ്ട് അവിടെ. ഞാനൊരു കൊറോണയ്ക്ക് മുമ്പ്, നമ്മൾ പോയത് കൊറോണയ്ക്ക് മുമ്പ് പോയപ്പോൾ അതിന്റെ ഒരു പ്രസിഡന്റ് നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു. എൻ്റെ ചെവിയിൽ ഇപ്പോഴും ആള് പറഞ്ഞ വാക്കുകളുണ്ട്, ഇത് ഞങ്ങളുടെ മാത്രല്ല നിങ്ങളുടെയും കൂടിയാ കേറിക്കോന്ന്. സോ സർപ്രൈസ്ഡ് ആക്ച്വലി. എന്തൊരു ആൾ. എന്നിട്ട് ഉള്ളിൽ കൊണ്ടുപോയി നിസ്കരിക്കണ ഭാഗമൊക്കെ കാണിച്ചു തന്നു. അവിടെ ഒരു വിളക്കുണ്ട്, അത് പണ്ട് ആരോ ഒരു നമ്മുടെ ഒരു രാജാവ് കൊടുത്തിട്ടുള്ള ആ വിളക്ക് ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട്. ഭയങ്കര. അപ്പൊ ആ ഹിസ്റ്ററി കൂടെയൊക്കെ, അതേപോലെ ഇത് കൊടുങ്ങല്ലൂര്, ആ ഹിസ്റ്ററി കൂടെ നമ്മൾ സഞ്ചരിക്കണം. നമ്മൾ വെറുതെ സ്പേസസ് കാണിച്ചു കൊടുക്കല്ല, അതിന്റെ ചരിത്രത്തെ കൂടെ പോകണം. നമ്മള് വി ആർ റിച്ച് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പോലെ. നമ്മളെപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പലയിടത്തും പറയാറുണ്ട്, തൃശ്ശൂർ ഇസ് എ ടെമ്പിൾ സിറ്റി. കാരണം ഏറ്റവും ഭംഗിയും ഏറ്റവും ബ്യൂട്ടിഫുള്ളും ഏറ്റവും അധികം ഡിവോട്ടീസ് വരുന്ന എല്ലാ അമ്പലങ്ങളും തൃശ്ശൂർ അല്ലേ? പിന്നെ ഞങ്ങളുടെ തൃശ്ശൂർ പൂരം മതിയിലോ. അത് മെയിൻ. ഏതൊക്കെയാ നമ്മുടെ മേജർ ഡെസ്റ്റിനേഷൻസ് സ്കൈ ഹോളിഡേയ്സിന്റെ ഒരു മേജർ സാധനങ്ങൾ പറയുകയാണെങ്കിൽ? ഇപ്പൊ നമ്മൾ സ്കൈ ഹോളിഡേയ്സ് അങ്ങനെ നമ്മൾ റീബ്രാൻഡ് ചെയ്ത് ചെയ്യുമ്പം നമ്മൾ ആദ്യം ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഓൾ ഇന്ത്യ, അതിൽ ആൻഡമാനും ലക്ഷദ്വീപും അടക്കം, അതായത് ഫുള്ള് ഇന്ത്യ നമ്മൾ പോകും. അതിപ്പം ഏതൊക്കെ ലൊക്കേഷനാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്യും. അതിൻ്റെ കൂടെ
നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ആൻഡമാനും ലക്ഷദ്വീപും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഈ ആൻഡമാനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഹേവലോക്കും പോർട്ട് ബ്ലെയറും ഒക്കെ കയറി കണ്ടുവരുന്ന 3 നൈറ്റ്, അതായത് 2 നൈറ്റ് 3 ഡേ തൊട്ടുള്ളതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 6 നൈറ്റ് 7 ഡേ വരെയുള്ള പാക്കേജുകൾ നമ്മുടെ കയ്യിൽ ആൻഡമാനിലുണ്ട്. ഞങ്ങൾക്ക് 6 days ജയിലൊക്കെ കാണിച്ചു തരും. അതായത് ഈ 3 നൈറ്റ് 4 ഡേയിൽ നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ സെല്ലുലാർ ജയിലൊക്കെ കവർ ചെയ്യും. ഓ പക്ഷേ ഈ 7 ഡേയ്സ് വരുന്ന സമയത്ത് കുറച്ചും കൂടി അടിപൊളിയാവും. ഈ പറഞ്ഞ ഉള്ളിലുള്ള ട്രൈബൽസ്, അവരുടെ ലിവിങ് സ്റ്റൈൽ, കാലാപ്പാനി അതേപോലത്തെ അത്യാവശ്യം നല്ല ഡീപ്പ് എൻഡ് പോകും. അതായത് കുറച്ചും കൂടി അടിപൊളിയാണ്. ആൻഡമാൻ പോകുമ്പോൾ ഒരു 6 ഡേ 7 നൈറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി അടിപൊളിയാണ്. അതേപോലെ ഇനിയിപ്പം ഒന്നും ഇനി ഇത് തന്നെ നമുക്ക് എല്ലാം പറയുമ്പോൾ ഒരു ടിക്ക് ഞങ്ങൾ പച്ചട്ടിക്കില്ലേ. ഇനി ഇതിൽ തന്നെ ലക്ഷദ്വീപ് ഇപ്പം അത്യാവശ്യം നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നത്, അതായത് ഫാമിലീസും അതേപോലെ ഈ ആൾക്കാരൊക്കെ കൂടുതലും പോകാനിരിക്കുന്ന സ്ഥലം. അതായത് അവിടുത്തെ ബേസിക്കലി അവിടുത്തെ എക്സ്പെൻസീവ് അല്ല അല്ലേ? അതായത് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ആൻഡമാനും ലക്ഷദ്വീപ് ആക്ച്വലി സെയിം പാറ്റേണിൽ പോകുന്നത്. ഓക്കെ. പക്ഷേ നമ്മൾ ലക്ഷദ്വീപ് ചോദിക്കുന്നവർക്ക് ഒരു ഓപ്ഷൻ പോലെ നമ്മൾ ആൻഡമാനും വെക്കാറുണ്ട്. കാരണം അവരുടെ പിക്ക്, കാരണം എല്ലാവരും ഒരൊറ്റ പോയിന്റ് പോലല്ലോ, നേരത്തെ പറഞ്ഞ പോയിന്റ്, ഒരു സജഷൻ പോലെ നമ്മൾ ആൻഡമാനും വെക്കും. പക്ഷേ ചിലർ ലക്ഷദ്വീപാണ് ഹൈലൈറ്റ്. അവിടെ ആക്ച്വലി കൾച്ചറാണ് ബേസിക്കലി, അതായത് അവരുടെ കൾച്ചർ, അവിടുത്തെ നാട്ടുകാർ, അതായത് അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അവർ നമ്മളോട്, ഇപ്പം നമ്മുടെ ആക്ച്വലി ഒരു ഗസ്റ്റ് 3 ലേഡീസ് പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ സംസാരിച്ചു, നമ്മുടെ 3 ലേഡീസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പേടിയും പേടിക്കണ്ട. ഇവിടെ ഞാൻ ജീവിതത്തിൽ ഒരാൾ ഇവിടെ കൊന്നിട്ട് ജയിലിൽ പോകണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അതായത് അവിടെ അങ്ങനെ ക്രൈം റേറ്റ് ഇല്ല. ആൾ എന്നോട് പറയണത് ഒരു ടെൻഷൻ അടിക്കണ്ട, ഇനി ഞാൻ കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം, ഒരാളെ ഞാൻ അവർക്ക് വേണമെങ്കിൽ വിടാം, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ സേഫായിട്ട് പോകണം. അപ്പോൾ അവർ പറയണത് അത്രയും സേഫാണ്. അതായത് അവരുടെ കൾച്ചർ അത്ര അടിപൊളിയാണ്. അതായത് വന്ന് തൃശ്ശൂർക്കാരുടെ പോലെ അതെ, അങ്ങനെയും വേണമെങ്കിൽ പറയാം. അതായത് പെട്ടെന്ന് അങ്ങോട്ട് സിങ്ക് ആയിക്കോളും. ആളെന്നോട് പറഞ്ഞതും 2 മണിക്കൂർ മതി അവർക്കൊന്ന് സെറ്റ് ആവാൻ, വന്നൊന്ന് എത്തി. കാരണം അവിടുത്തെ സാഹചര്യങ്ങൾ കുറവാണ്. അതായത് അവിടെ 3 കാറ്റഗറി, അതായത് റിസോർട്ട്, ഹോം സ്റ്റേ. ഈ ഹോം സ്റ്റേയുടെ തന്നെ കുറച്ച് ബീച്ചിൻ്റെ അകലെന്നുള്ളത്. അപ്പം ഈ ഹോം സ്റ്റേയിൽ എല്ലാവരും അവർ പറഞ്ഞ ചെറിയ ആൾക്കാർ, അവരുടെ ഫുഡ്, അവരുടെ കാര്യങ്ങൾ, അതായത് അവരുടെ കൾച്ചർ, അവരുടെ ഡാൻസ്, അതായത് ഈ വൈകുന്നേരം എല്ലാവരും കൂടിയിരുന്ന് നമ്മുടെ നാട്ടിലും പുറത്ത് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായില്ലേ, അതുപോലെ അവരിരുന്ന് വർത്താനം പറച്ചില്. അപ്പം അവർ പോലും നമ്മുടെ അടുത്ത് അത്രയും അടിപൊളിയായിട്ട് സംസാരിക്കും. ആക്ച്വലി ലക്ഷദ്വീപിനെ പറയുമ്പോൾ മലയാളം അത്രയും അടിപൊളി. അതായത് അവർ സ്നേഹിച്ച് കൊല്ലും. ആള് പറഞ്ഞത് നിങ്ങൾക്ക് ഇനി അവർ കൂടുതൽ സ്നേഹിച്ചിട്ട് പ്രശ്നം ഉണ്ടായി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അതായത് അത്രയും കൈൻഡ് ഓഫ് നമ്മളായിട്ട് അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ. ഈ ഫുഡും ആൾ പറഞ്ഞത് അവിടുത്തെ ഫുഡ്, അതായത് ഇനി റിസോർട്ടിൽ പോയാലും കിട്ടുന്നത് അവിടുത്തെ ഫുഡ്, അതായത് ഹോം സ്റ്റേയിൽ കിട്ടുക അവിടുത്തെ ആൾക്കാർ വെക്കുന്ന ഫുഡാണ്. ഹോട്ടലിലല്ല, കിച്ചൺ അങ്ങനത്തെ അല്ല. അവരുടെ വീട്ടിൽ ഇപ്പോൾ ഹോം സ്റ്റേ ആണെങ്കിൽ ഹോം സ്റ്റേയിൽ ഉണ്ടായിരുന്ന കിച്ചണിൽ അവിടെയുള്ള ഉമ്മയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരാൾ വെച്ച ഫുഡായിരിക്കും നമുക്ക് കിട്ടുക. ചിലപ്പോൾ പുട്ടും കടലയും, ചിലപ്പോൾ ചോറ് സാമ്പാർ, ചോറ് മീൻകറി, അങ്ങനെയാണ് നമുക്ക് അവിടുത്തെ ഫുഡ് കിട്ടുക. അല്ലാണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി മെനു വരുന്ന ഒരു സെറ്റപ്പ് ഒന്നും അല്ല അവിടെ. അതെ, പക്ക ഒതന്റിക്ക് അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന. പിന്നെ മീൻ, അത് കാലത്താണേലും വൈകുന്നേരമാണേലും ഉച്ചയ്ക്ക് മീൻ, അതന്നെ ചായയും ചാളിയും എന്ന് പറഞ്ഞ പോലെ അത് മസ്റ്റാണ്. അത് നമുക്ക് പക്ഷെ നല്ല ഫ്രഷ് ഫിഷും. ഇനിയിപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിഷ് ഹണ്ടിങ് ഒക്കെ ഉണ്ട്. അതായത് നൈറ്റ് നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മളെ ബോട്ടിൽ കൊണ്ടുപോയി രാത്രി മീൻ പിടിക്കാൻ പോകുന്നതും ആക്ച്വലി അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ്. അത് കാരണം നമ്മൾ ഇതുവരെ പോയിട്ടില്ലേ. അപ്പോൾ ഇവർ തന്നെ പറയും ആക്ച്വലി നമുക്ക് ഒരു ഡേ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ടയേർഡാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ കടലിൽ പോകുമ്പോഴുള്ള മാറ്റം ഉണ്ടല്ലോ, ഈ കാറ്റും ഇതൊക്കെ അടിച്ചിട്ടുള്ളത്. പക്ഷെ അവർ പറയാം ഇത് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പം അടിപൊളിയാണ്. ഒരു ഗ്ലാസ് ബോട്ട് റൈഡൊക്കെ ഉണ്ട്, അതുപോലെ കയാക്കിങ്, സ്നോർക്ലിങ്. അപ്പം ഇതൊക്കെ അതിലുണ്ടാവും. സ്കൂബി ഉണ്ട്. സ്കൂബൊക്കെ എക്സ്ട്രാ വരെ പാക്കേജിനേക്കാളും. പക്ഷെ അവിടെ പോണവർ ആക്ച്വലി ട്രൈ ഔട്ട് ചെയ്യും, ടിക്ക് ഇടണമെന്ന്. അപ്പം സ്കൂബിയും അപ്പം ഈ ലക്ഷദ്വീപിൽ അതാണ് കൂടുതലും ഹൈലൈറ്റ്. അവരുടെ കൾച്ചറാണ് എല്ലാവർക്കും. നമ്മുടെ അവിടെ ക്ലിയർ വാട്ടറാണ്. ഈ കോറൽ ഐലൻഡ്സും എല്ലാം ഒരു ഐലൻഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബൈക്ക് എടുത്ത് കറക്കാവുന്ന ഒരു ദിവസത്തെ പരിപാടിയുള്ളൂ. പക്ഷെ അതിനെ ഓരോ ഐലൻഡ് വെച്ച് നമ്മൾ ആ ഐലൻഡുകളുടെ ഭംഗി കുറച്ചും കൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ ഡീപ്പായിട്ട് നമുക്ക് പോകാം എന്നുള്ളൊരു സാഹചര്യമുള്ള. പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇന്റർനാഷണലാണ്. ഇന്റർനാഷണൽ നമ്മളൊരു വൈഡ് എന്ന് പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി കസ്റ്റമൈസേഷൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വൈഡ് റേഞ്ച് പറയുന്നത്. നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന കുറച്ച് കൺട്രീസ് പ്ലസ് നമ്മൾ എല്ലാ കൺട്രിയും ചെയ്യും. അതിൽ ഈ പറഞ്ഞ പോലെ ബാലി, വിയറ്റ്നാം, തായ്ലൻഡ്, പിന്നെ ഒരു ഹൈലൈറ്റ് പോയിന്റ് കെനിയ. ടിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി കെനിയ, പിന്നെ ഉള്ള ദുബായ്, മാൽഡീവ്സ്. അത് കപ്പിൾസിനും വേണ്ടിയിട്ടൊക്കെ ഉള്ളതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അപ്കമിങ് കൺട്രീസ് കുറച്ച് ബാക്ക് എൻഡ് ഉണ്ട്. അത് ആക്ച്വലി നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു കൺട്രീസ് നമ്മൾ ആക്ച്വലി പക്ക പ്രോപ്പറായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ജോർജിയ, അതേപോലെ അങ്ങനെയുള്ള കൺട്രീസ്, അസർബൈജാൻ, ശ്രീലങ്ക ഓൾറെഡി നമുക്ക് തൊട്ടടുത്ത. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഓൾ ഇന്ത്യ ആൻഡമാൻ ലക്ഷദ്വീപ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ നമ്മൾ ഓൾറെഡി തൊട്ടടുത്ത് കിടക്കുന്നതല്ലേ. അതും നമുക്ക് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ടൈമൊക്കെ നോക്കി പോവാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ബോട്ടിൽ പോവാൻ വേണമെങ്കിൽ ശ്രീലങ്കയ്ക്ക് പോവാം, ശ്രീലങ്കയ്ക്ക് പോവാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോക്കി കപ്പലിൽ വേണമെങ്കിൽ കപ്പലിലുള്ളവർക്ക് ചെയ്യാം. ഫ്ലൈറ്റ് വേണ്ട ഒരു ഫ്ലൈറ്റ് തമിഴ്നാട്ടിൽ നിന്നാണ് അതിൻ്റെ ഇത് പോകണം. ഇപ്പം ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് പോണ പോലെ
എന്നാ ഈ ശ്രീലങ്കയ്ക്ക് പോകുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്, ഏറ്റവും അടുത്ത അതാണ്. അപ്പോൾ അതിൽ കെനിയയിൽ നമ്മൾ പണ്ട് ടി വി ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ നാഷണൽ ജിയോഗ്രഫി അല്ലെങ്കിൽ ഡിസ്കവറി ചാനലില് സിംഹം, ഒരു zebra. ജീപ്പിന്റെ അടുത്ത് സിംഹം വന്നിക്കണോ, ജിറാഫ് വരുന്നു, സീബ്ര കടന്നു പോകുന്നു. ഇതൊക്കെ നമ്മൾ എപ്പോഴും ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് ശരിക്കും ഒറിജിനലാണ്. അതായത് നമ്മൾ വണ്ടി വന്ന് നിർത്തുമ്പോൾ സിംഹം ചിലപ്പോൾ അവിടെ കിടക്കുന്നുണ്ടാവും, ഒരു കൂട്ടം സിംഹം ഉണ്ടാവും ചിലപ്പോൾ, അതുപോലെ ആനകൾ കിടക്കുന്ന നടന്നു പോകുന്നുണ്ടാവും. അതായത് ഈ മൃഗങ്ങളെയൊക്കെ നമ്മൾ പെട്ടെന്ന് കാണാം. അതായത് നമ്മുടെ അത്രയും അടുത്തോടെ ഇങ്ങനെ നടന്നു പോകും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കെനിയ. ഈ മസാമാര എന്ന് പറയുന്നത് ഒരു നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടുത്തെ വില്ലേജ്, അവിടുത്തെ രൺബീർ ട്രൈബൽസ്. പറയുന്നത് അല്ലേ? ഏതാ? രൺബീർ രൺബീർ പറയുന്നത്. കപൂർ പറയുന്ന ആ സ്ഥലം ശരിക്കും കണ്ടിരിക്കണ്ട. നമുക്കൊരു 5 ദിവസമോ 4 ദിവസമോ അവിടെ തന്നെ അടുത്ത് തന്നെ താമസിച്ച് അവിടെ തന്നെ ഫുഡ്, അവിടെ തന്നെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എല്ലാം അവിടെ തന്നെ. ഈ കാടിനോട് ചേർന്നിട്ട് നമുക്കൊരു 5 ദിവസം അടിപൊളിയായിട്ട് നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ കെനിയ. ചെയ്യാം, നമുക്ക് പോവാം. ചെയ്തു അതുപോലെ ഈ ഇന്തോനേഷ്യ പോകുമ്പോൾ നമ്മൾ ബാലി പോവും. ഈ ബാലിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഗില്ലി ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ ഗില്ലി ടാർവാനിൽ നമുക്കൊരു വണ്ടികളില്ല അവിടെ. ഓ. ആക്ച്വലി അവിടെ ഒരു പോർട്ടിൽ നിന്ന് നമ്മൾ ഈ പോർട്ടിക്ക് വരുന്നു. പിന്നെ നമ്മൾ സഞ്ചരിക്കുന്നത് സൈക്കിൾ ചവിട്ടിയോ അല്ലെങ്കിൽ ഈ ബൈക്സ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അവിടെ ഏറ്റവും കൂടുതൽ അർജുൻ സൺസെറ്റ് വന്നോ കാണാനും സൈക്കിളോട്ട് കേട്ടോ. ആ. ഞാൻ പിന്നെ ഇരിക്കാം. സൺസെറ്റ് കാണാൻ, പിന്നെ ഈ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് കുറച്ച്, പിന്നെ ഈ ബീച്ചിന്റെ അടുത്ത് കുറെ ബാറ്, പാർട്ടി, അങ്ങനെ ഒരു പീസ്ഫുൾ ആയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ വരുന്നത്. ക്ലബ്സ്, പബ്സ്, അതെ. കസിനോസ്. അല്ല, അത്ര വലിയ കെസിനോസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതുകളല്ല. സ്പെക്കല്ല. ഒരു ചെറിയ ഇങ്ങനെ ഒരു ചെറിയ ഷാക്ക് അല്ലെങ്കിൽ ചെറിയൊരു ബാറ് അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് ഈ അങ്ങനെ പോവാനുള്ള ഒരു സമയമാണ് അത്. അത് ബാലിയായിട്ട് കണക്ട് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം, ഇത് മാത്രമായിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ വിയറ്റ്നാം നോക്കുമ്പോൾ നമുക്ക് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിയറ്റ്നാം പോകുമ്പോൾ ഈ കാറിൽ സഞ്ചരിക്കാനായിട്ടും കൂടുതൽ ബൈക്കിൽ പോവാ. ഇത് നമുക്ക് ഒരു 10 പേരുണ്ടെങ്കിൽ ഇത് നടക്കില്ലേ? ഇല്ല. ഇതിപ്പോൾ 2 പേര് പോകുമ്പോ 3 പേര് പോകുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഓട്ടോമാറ്റിക്കലി നമ്മൾ നല്ല കാറിലോ അല്ലെങ്കിൽ ഇതിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 2 പേരായിട്ട് വരും. അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പോകണം, അപ്പോൾ അവരോട് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഇങ്ങനെ പോകാനാണ്. അതായത് ആൾക്കാർ കുറേ കണ്ട സ്ഥലങ്ങളുണ്ടാവും, അതിനുപരി കാണാത്ത കുറച്ച് സ്ഥലങ്ങൾ കാണാം. അവിടുത്തെ അവർ വരുമ്പോൾ തന്നെ നമുക്ക് വിയറ്റ്നാം കോഫി തരും, അത് സിപ്പ് ചെയ്യുക, അവിടെ കുറച്ച് നേരം ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങുക, അവരുടെ കൂടെ ഇറങ്ങുക. അവർ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് പറയുന്നത് നമുക്ക് കാറ് വേണ്ട, അപ്പോൾ നമ്മൾ അവിടുത്തെ ലോക്കൽ വണ്ടികൾ, അതായത് അവർ ബസ് പോകുന്നുണ്ടാവും, അപ്പോൾ അതിലേക്ക് നമ്മുടെ ഗൈഡോട് കൂടി അവരെ കയറ്റും. അങ്ങനെ അവിടെ നിന്ന് വില്ലേജിലെത്തുമ്പോൾ അവിടെ ബൈക്ക് ഉണ്ടാവും, ബൈക്കിൽ കയറി പോവാ, ആ ഒരു മൗണ്ടൻ വ്യൂ കാണാം. അന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരിക്കലും നമ്മളത് മറക്കില്ലേ. അപ്പോൾ അവിടേക്ക് ഒരു സ്ഥലത്തേക്ക് വെറുതെ പോയാലും ഈ പോയ സ്ഥലങ്ങളൊന്നും നമ്മൾ മനസ്സിൽ നിന്ന് വിടില്ലേ. അപ്പൊ എപ്പോഴും ഈ കാറിൽ പോയി നമ്മളിപ്പോ പണ്ട് മൂന്നാർ പോകും. ഇതൊരു കൊറേയൊക്കെ ഈ പാക്കേജസ് ഒക്കെ ഒരു ഹെഡ് ഏക്ക് പോലെ ആ എവിടെയോ വന്നിറങ്ങുന്നു, അതെ. അവിടെ ഇങ്ങനെ വന്നിറങ്ങി പോകുന്നു. എന്തൊക്കെയോ കാണുന്നു, അതെ അവിടുന്ന് വീണ്ടും വണ്ടിയിൽ കയറുന്നു, വീണ്ടും അടുത്ത സ്പോട്ടിൽ. അതായത് ഒരു എന്താ പറയാ, ഒരു ചട്ടക്കൂടായി അത്. അതെ. അപ്പൊ ആ കംപ്രഷൻ വരും നമുക്ക്. വന്നു അടുത്ത സ്ഥലം, ഇനി ഇവിടെ ഇറങ്ങാം, ഇവിടെ ചെന്ന് എന്തൊക്കെ കണ്ടു, 2 ഫോട്ടോ എടുത്തു, 2 സ്റ്റോറി ഇട്ടു, ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ആ ഒരു പാറ്റേൺ മാറണം. കുറേ നല്ല ടൈം അതുകൊണ്ടാണ് ഈ ഇന്റഗ്രേഷൻ വരുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങള്, നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു കമ്പനി ഇതേപോലെ അവരൊരു ആഡിന് വേണ്ടി, ഒരു റീലിന് വേണ്ടിയിട്ട് അവരൊരു കൺട്രി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ല, എനിക്കിഷ്ടമുള്ള സ്ഥലം വേണ്ട. അല്ലേ? ശരിയാണല്ലോ, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകണ്ടേ. എന്താ ഇഷ്ടമില്ല. അയ്യോ അതെ, ഏതായിരുന്നു സാധനങ്ങളല്ലേ. കൂടുതൽ പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത സ്ഥലം പറയും. ഇപ്പൊ നമുക്ക് ഈ വിയറ്റ്നാമിലെ ഈ ഫുക്കോക്ക് ഐലൻഡ്, ഇതൊക്കെ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് കയറി ഇറങ്ങി മനസ്സിലായി. അവരുടെ റീലിലും അവരുടെ ഫോട്ടോസും, അതുപോലെ അതിന്റെ ഒരു തായ്ലൻഡിലാണെങ്കിലും. തോട്ടും ഉണ്ട്, ഇത് ഭയങ്കര എക്സ്പെൻസീവ് അതെ, അതെ, ആണ്. അതെ. ഇറ്റ് ഇസ് നോട്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് സെലിബ്രിറ്റികൾ പോകുമ്പോ എല്ലാം വില കൂടിയതാന്നുള്ളൊരു തോട്ട് അതെ ആൾക്കാർ. അതെ. പക്ഷെ ആ സ്ഥലങ്ങളിൽ ആക്ച്വലി നമ്മുടെ ആൾക്കാരെ ആക്ച്വലി എത്തിപ്പെടുന്നില്ലേ. കാരണം ഈ പറഞ്ഞ ഇപ്പം വിയറ്റ്നാം പോയി നമ്മൾ ഫുക്കോക്ക് എത്തണമെങ്കിൽ ഇതിന്റെ സൗത്ത് എത്തണം. സൗത്ത് അടിയിലാണ് ഈ ഫുക്കോക്ക് വരുന്നത്. അപ്പം പക്ഷെ ഇവിടേക്ക് ആക്ച്വലി ട്രാവൽ ചെയ്ത് എത്തുമ്പം ഇവർക്ക് ആക്ച്വലി കിട്ടുന്ന സാധനം നമ്മൾ ഈ സെലിബ്രിറ്റീസിൻ്റെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ നമ്മളിത് കണ്ട് നേരിട്ട് കണ്ടുവരുമ്പം ആ ഒരു ഫീൽ ആക്ച്വലി ഇത് ഇനി വിയറ്റ്നാമിലല്ല, തായ്ലൻഡിലായാലും ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ ഓരോരോ ഐലൻഡിൽ കയറി വരുന്നുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ കുറച്ച് ടൈം കൊടുത്ത്, നമ്മളിപ്പം സജിൻ പറഞ്ഞ പോലെ നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പം ഇതെല്ലാം നമുക്ക് ചിലപ്പം എത്താൻ പറ്റില്ല. അത് കാരണം എന്താ വെച്ചാൽ മെയിൻ ഡെസ്റ്റിനേഷൻസും മെയിൻ സ്ഥലങ്ങളും അതിൽ നമ്മൾ 1-2 സ്ഥലങ്ങൾ ഈ പറഞ്ഞ കവറിങ് നമ്മൾ ഇടും. പക്ഷേ ഇപ്പോൾ 2 പേര് പോവാണ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് പോവാണ്, ഫുള്ള് ഫ്രീയിൽ പോവുകയാണെങ്കിൽ അവർക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ വണ്ടി എടുത്ത് അവരുടെ ഇഷ്ടത്തിന് ട്രാവൽ ചെയ്ത് ഈ പറഞ്ഞ കുഞ്ഞിപ്പം കൊസോമായി ആക്ച്വലി ചെറിയ ഐലൻഡാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഈ മൂൺ പാർട്ടി ഒക്കെ നടക്കും തായ്ലൻഡിൽ. ആ സമയത്തൊക്കെ കുറച്ചധികം ആൾക്കാർ അവിടെ വന്ന്
ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇന്ത്യൻസ് കുറവായിരിക്കും, കൂടുതലും ഫോറിനേഴ്സ് ആയിരിക്കും. അപ്പം ആ ഒരു ഫീല് വേറെയാണല്ലോ, അതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണല്ലോ. കാരണം ഇപ്പോൾ ഗോവയ്ക്ക് പോയാൽ തന്നെ നമ്മുടെ ആൾക്കാരുള്ളതും ഫോറിനേഴ്സ് ഉള്ള ഏരിയയും തമ്മിൽ പോകുമ്പോൾ വേറെ. നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിയാ, ഇത് തന്നെ തായ്ലൻഡിൽ ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളാകുമ്പം കുറച്ചും കൂടിയും എന്താ പറയുക, കുറച്ചും കൂടി അൾട്ര ആയിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ വൈഡ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ഓൾറെഡി ഫുൾ മൂൺ പാർട്ടി എന്ന് പറയുമ്പം ആ ഒരു സ്പെക്കിലായിരിക്കും അതിൻ്റെ പരിപാടികൾ. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനത്തെ സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെൻസ് നമുക്ക് നമ്മുടെ ഗസ്റ്റ് ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ സജഷൻ കൊടുക്കും. ഇപ്പോൾ ഈ കപ്പിൾസിനൊക്കെ നമ്മൾ കൂടുതലും ഇപ്പോൾ നമ്മളോടൊരു തായ്ലൻഡ് ആക്ച്വലി ചോദിച്ചവർക്ക് ഞങ്ങൾ ഈ കൊസമായി നമ്മൾ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ ആക്ച്വലി അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി വെക്കുക. അപ്പം അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സെലിബ്രിറ്റീസിൻ്റെ ഒരു സ്റ്റോറിയിൽ നമ്മളും ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ പറഞ്ഞ പോലെ അവരുടെ ഇടയിലാണ് നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ആക്ച്വലി ഒന്ന് പോയി നമ്മൾ റിസർച്ച് ചെയ്തു. അവിടുത്തെ ഹോട്ടൽസും കാര്യങ്ങളായിട്ട് ടൈപ്പ് ചെയ്തപ്പം അടിപൊളി സ്ഥലമാണ്. ഈ വിയറ്റ്നാമിൽ ഇപ്പോൾ പറഞ്ഞ ഫുക്കോക്കും അതുപോലെ നമ്മൾ കണ്ടു. അവിടേക്ക് പോകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വിസ വേണ്ട. ഓ ഡയറക്റ്റ് ഫ്ലൈറ്റ് അങ്ങോട്ട് കയറാണെങ്കിൽ നമുക്ക് വിസ വേണ്ട. ഒരു 3 ദിവസം 4 ദിവസം അടിച്ച് പൊളിക്കാനുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു കപ്പിളായിട്ട് വന്നു, അവർക്കൊരു പീസ്ഫുള്ളി ഈ ആൾത്തിരക്കി നിന്ന് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഒരു സന്തോഷകരമായ ഒരു ഇതിനാണല്ലോ അവർ വരണത്. അതായത് ഇപ്പോൾ ഒരു എങ്ങനെ ഇപ്പം അതിനെ പറഞ്ഞുതരാം, നമ്മളിപ്പോൾ ഒരു വിയറ്റ്നാം പോയി, അവിടെ കുറേ ടൂറിസ്റ്റുകൾ ഉണ്ടാവും, അതായത് ഇപ്പം ഇന്ത്യക്കാരുണ്ടാവും, എല്ലാവരും വന്നുകൊണ്ടിരിക്കണം. ഈ സ്ഥലത്തിനെ കുറിച്ച് അവർക്ക് അറിഞ്ഞു വരണുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് കുറേ ഒരു ഗ്രൂപ്പ് അവിടേക്ക് കയറൂലേ, ആ ഗ്രൂപ്പ് വന്നിട്ട് അവർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, ഒന്നും കാണാനില്ല. പക്ഷേ ഒരു കപ്പിളായിട്ടോ അല്ലെങ്കിൽ 2 പേരായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് അവിടെ കുറേ ചെയ്യാനുണ്ട്. ഈ ബീച്ചായാലും ഐലൻഡ് ആയാലും ഇതുപോലെ തന്നെ പാർട്ടി ഉണ്ട്, ഈ ബാർ ഉണ്ട്, പിന്നെ അതുപോലെ അവിടുത്തെ ഹോട്ടൽസൊക്കെ നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ ഏറ്റവും നല്ലത്. അതായത് അവർക്കും കുറച്ച് ഫ്രീ ആവാം. ഈ പറയുന്ന രാജ്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വിസ എടുക്കണം. അപ്പോൾ വിയറ്റ്നാമിൽ ആരോ കൈവശം കൊടുക്കുന്നു. അല്ല കുറേ നേരമേ. നമ്മളെ അതെ. ആന്നേ വിയറ്റ്നാമെന്ന് പറഞ്ഞു. അതേമാതിരി കൊതിപ്പിക്കുന്നു. വിയറ്റ്നാം വിസ വേണ്ടാന്നാണ് വിയറ്റ്നാമിലേക്ക് വരാൻ. അതൊക്കെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന കൺട്രികളിൽ എടുക്കുന്നത്. അതുപോലെ തന്നെ അടക്കനിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വീണ്ടും കണ്ടിരിക്കേണ്ട ഗിനിയിൽ പോയി. ഒരു സ്ഥലം തന്നെയാണ് അഗനിയ. അതെ, പലപ്പോഴും മസായിമാരെ കുറിച്ച് അതെ, അതെ. മസൈമാരാ ഡെഫിനറ്റ്ലി കണ്ടിരിക്കണം. കാരണം ഒരു കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അത് മാത്രല്ല കുറെ പാർക്കുകളുണ്ട്. ഇതുപോലെ ഒരു പാർക്ക് തന്നെ വേറെ പാർക്കുകളുണ്ട്, ലേക്കുകളുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാനായിട്ട്. അതൊക്കെ ഒരു 5 ദിവസം 6 ദിവസം കൊണ്ട് കണ്ടു തീരും. നമ്മുടെ അവിടെ തന്നെ ലോഡ്ജിലാണ് താമസം. ലോഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ലോഡ്ജല്ല, ഒരു ടെന്റ് ക്യാമ്പ്, ലക്ഷറി ടെന്റ് ക്യാമ്പ് ആയിരിക്കും. ബഡ്ജറ്റിലും ചെയ്യാം നമുക്ക്. അങ്ങനത്തെ ഒരു ഇതിലാണ് പോവുക. അതായത് ഇപ്പോൾ ലാൻഡ് ക്രൂയിസ് വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം, ഈ ഗെയിം ഉപയോഗിക്കാനുള്ള വണ്ടിയായിട്ട്. അല്ലാത്തവർക്ക് വാൻ ഉപയോഗിക്കാം. അങ്ങനെ കുറേ അവിടുത്തെ ഗൈഡൊക്കെ അവിടുത്തെ എല്ലാ ഗൈഡും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവിടുത്തെ വില്ലേജ് പോവാ, അവിടുത്തെ കൾച്ചർ കാണാ, എല്ലാം കാണണം. ശരിക്കും പറയുകയാണെങ്കിൽ അല്ലാതെ നമ്മൾ പോയിട്ട് ഒരു 5 മൃഗത്തിനെ കണ്ടു വന്നിട്ട് കാര്യമില്ല. നിർത്തിക്കോ, ഞങ്ങളിപ്പോ തന്നെ പുറപ്പെട്ടു. പെട്ടെടുക്കും. അതെ. പിന്നെ ഈ ക്യാമ്പിങ് വേണേ അവിടെ നമ്മൾ ഹോട്ടൽസിലല്ല സ്റ്റേ വരാം. അതായത് ക്യാമ്പിങ് വരാം. ആ ക്യാമ്പിങ്ങിൽ തന്നെ പല സ്പെക്ക് ബഡ്ജറ്റ് 5 സ്റ്റാർ ഉണ്ട്, 3 സ്റ്റാർ ഉണ്ട്, 4 ക്യാമ്പില്. സ്റ്റാർ ഉണ്ട്. ക്യാമ്പില്. അപ്പം നമ്മൾ വിചാരിച്ച ടെന്റ് ക്യാമ്പല്ല, അതിന്റെ പ്രീമിയം ലെവല്, അത് ഫോറസ്റ്റിന്റെ ഉള്ളില് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഈവൻ കപ്പിൾസിന് വരെ നമ്മൾ സജസ്റ്റ് ചെയ്യും. കാരണം ഒരു 6-7 ദിവസം കാടിന്റെ ഉള്ളില് പീസ്ഫുള്ളായി മൃഗങ്ങളും പിന്നെ അവരെ ലോകമായിട്ട് അങ്ങോട്ട് പൊക്കോളും. ആക്ച്വലി കൂടുതൽ ആൾക്കാർ പോവാത്ത സ്ഥലങ്ങളാണ്. ടിവിയിൽ കണ്ടത് നേരിട്ട് കാണാൻ പറ്റും. കാരണം ഈ കണ്ട മൃഗങ്ങളൊക്കെ നമ്മുടെ അടുത്തും ഈ സിംഹമൊക്കെ തൊട്ടപ്പുറം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ സിംഹം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇല്ലേ, അവരവിടെ അവരുടെ പണി അതിപ്പോ അവർക്ക് ശീലായി. അത് ആ വണ്ടി വരുന്നത് അവർക്ക് അറിയാം ഇതിനാണ് വീരത്തമ്പോറിൽ പോകുമ്പോഴേ പുലി ഇങ്ങനെ നീണ്ടു നിവർന്ന ലുക്കിൽ കിടക്കണ്ടാവും. കാരണം അവനറിയാം അവനെ നോക്കാനാ വരണേന്നുള്ളത്. എന്റെ ഓടില്ല, എത്ര വണ്ടികൾ ക്രോസ് ചെയ്യാൻ എനിക്ക് പോകുന്നില്ല, അവിടെ കിടക്കും. അവിടെ ചില നേരത്തെ ഒരു പോസിറ്റൊക്കെ നിന്നും തരും. അപ്പൊ അങ്ങനെയാണ് അവിടെയും അങ്ങനെ തന്നെയാണ്. അതായത് എല്ലാവരും പിന്നെ നമ്മള് നൈറോബിയിൽ ഇറങ്ങുമ്പോൾ അവിടെ ജിറാഫിനെ നമുക്ക് ഫീഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. നമ്മളൊരു സ്ഥലം കണ്ടു എന്ന് മാത്രമല്ല, ഇപ്പോൾ ജിറാഫിന് ഫുഡ് കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഇപ്പോൾ മൂന്നാർ പോയാൽ നമുക്ക് ആനയ്ക്ക് ഫീഡ് കൊടുക്കാം, മൂന്നാർ പോയാൽ ആനയ്ക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം, കുഴപ്പമില്ല. അപ്പൊ അതുപോലെ ഈ മൃഗങ്ങൾക്ക് ചെയ്തു കൊടുക്കാന്ന് പക്ഷെ നമുക്ക് ജിറാഫിന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ചില സ്ഥലങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ടല്ലോ. അത് ടൈമിന് മാത്രമേ പറ്റുള്ളൂ നമ്മുടെ ഇവിടെ, അല്ലാണ്ട് പറ്റില്ല. അല്ല, അവരത് ടൂറിസ്റ്റ് ആക്കിയിട്ട് അതിനെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഒരു സ്വീറ്റ് റിവെഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതും കൂടി ഞങ്ങൾ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് സജിൻ പറഞ്ഞുതരാം. അതായത് ഇവൻസും കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ഇവൻറ്റ്സ് ഇവർ ഓൾറെഡി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ലൈക്ക് എന്താ പറയുക, ഈ ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ ഒരു 10-40 പേരുണ്ടെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ, അല്ലെങ്കിൽ ഒരു
ചെറിയ ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ അതൊന്ന് പറഞ്ഞു തരുമോ മോനെ? അതായത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പോൾ ചിലർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു ബീച്ചിന്റെ സൈഡിൽ ഒരു കല്യാണം, അല്ലെങ്കിൽ ബീച്ചിന്റെ സൈഡിൽ ഒരു ഉണ്ണിയുടെ ബർത്ത്ഡേ, അതുപോലെ മലയുടെ മേലെ ഒരു ബർത്ത്ഡേ, കല്യാണം. ഇപ്പൊ മൂന്നാറൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്റ്റേജിന്റെ ബാക്കിൽ വരെ ഹിൽ സ്റ്റേഷൻ മലയായിരിക്കും. അങ്ങനെയായിരിക്കും. അങ്ങനെ ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഉവ്വ. കുറച്ച് ആൾക്കാരായിരിക്കും ഇന്റിമേറ്റ് ആയിരിക്കുക വെഡിങ്, ഒരു 50 പേരോ 100 പേരോ അങ്ങനെയാണ് ഇരിക്കുക. അത് നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ കോസ്റ്റ്യൂം, അവരുടെ ഇൻവിറ്റേഷൻ ലെറ്റർ, അവരുടെ അവരുടെ കോസ്റ്റ്യൂമിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഫാമിലിയുടെ കോസ്റ്റ്യൂം, ഓ അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഇവന്റിന്റെ തീം വരാം. ഫുഡ് വയ്ക്കണ കൗണ്ടർ ആയാലും അല്ലെങ്കിൽ കസാര ആയാലും സ്റ്റേജ് ആയാലും എല്ലാം അതിൻ്റെ ഒരു തീമിലായിരിക്കും നമ്മൾ ചെയ്യുക. എല്ലാ കാര്യങ്ങളും അതായിരിക്കും അവർക്ക് ലാസ്റ്റ് വരുന്ന ഹണിമൂൺ വരെ നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് അവർക്ക് അവർ കല്യാണം കഴിഞ്ഞാൽ അവർ പോണ ഹണിമൂൺ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത്, അവർ പോണ ട്രാവൽസ് പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും, അതായത് A to Z നമ്മൾ ആ വെഡ്ഡിങ് ഇവന്റിന്റെ കാര്യമായാലും ഏത് പരിപാടി ആയാലും കേട്ടോ. അതിപ്പോൾ ഞാൻ പേര് ഇതായിട്ട് പറയണില്ല. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്, ഇന്റിമേറ്റ് വെഡ്ഡിങ്, അതിന്റെ കൂടെ നമ്മൾ ബർത്ത്ഡേ അല്ലെങ്കിൽ എന്താ പരിപാടികളെന്ന് വെച്ചാൽ അത് മൊത്തം നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. വേറെ ഈ വെഡിങ് എന്ന് പറയണേക്കാൾ ഉപരി ഇവന്റ്സ് പക്ക പറയുകയാണെങ്കിൽ എല്ലാ ഇവന്റ്സും, അതിപ്പോ കോർപ്പറേറ്റ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 40,000 ഗെറ്റ് നമുക്ക് ടുഗെദർ 100 പേര് 120 ഇപ്പൊ IT കമ്പനി ഒക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 100 പേര് നിങ്ങൾ കഴിഞ്ഞ 150 ദിവസം പേരും പറഞ്ഞു മൂന്നാർ നമ്മുടെ ചെയ്തു. അതെ. അപ്പം അവർക്ക് ഒരു 120 പേരായിരുന്നു അവര് ഓ. ഒരു പ്രോപ്പർട്ടി ഫുൾ എടുത്ത് അവർക്ക് ആക്ടിവിറ്റി വേണം. ഓ അപ്പൊ ഇത് അവർക്ക് ആ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ വേണം ഓ. എന്ന് വെച്ചാൽ ഒരു ദിവസം ഫുൾ ആക്ടിവിറ്റി പ്ലസ് അവർക്ക് ഒരു പ്രോഗ്രാംസ് വേണം. ഓ. അതിൽ നമ്മളിപ്പം അവരുടെ പ്രോഗ്രാംസ് ഫുള്ള് ചാർട്ട് ചെയ്യും. അതായത് ഈ പറഞ്ഞ പോലെ അവർക്ക് ഇപ്പം പുറത്ത് ഔട്ട്ഡോർ വേണമെന്ന് പറഞ്ഞു, ഇൻഡോർ പ്രോഗ്രാം അല്ലാണ്ട് അവർക്ക് ഔട്ട്ഡോർ വേണം, അവരുടെ ഗെയിംസ് വേണം, ഈ പറഞ്ഞ അവരുടെ ഈ ഇൻസെന്റീവും ടാർഗറ്റ്സ് ഒക്കെ അച്ചീവ് ചെയ്യുമ്പോൾ ഈ കൊടുക്കുന്ന മൊമെന്റ് കൊടുക്കുന്ന അതൊക്കെ അവർക്ക് പുറത്ത് വേണം. അതുപോലെ ആ ഇതിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് ആക്ടിവിറ്റീസ് വേണം. അപ്പം അവർക്ക് ട്രക്കിംഗ് അടക്കം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തത്, പ്ലസ് DJ വേണമെങ്കിൽ DJ. അതിപ്പം ആ ഇവന്റ് ഫുള്ള് നമ്മൾ ഓർഗനൈസ് ചെയ്ത് പക്ക അത് ചാർട്ട് ചെയ്ത് കൊടുക്കും. അതിപ്പം കോർപ്പറേറ്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം, കാരണം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം സജിൻ പറഞ്ഞ പോലെ വെഡ്ഡിങ് നമുക്ക് അവിടെ നടത്താം. അതിപ്പം ഈ പറഞ്ഞ ചേട്ടൻ നേരത്തെ പറഞ്ഞോ, നമുക്ക് ഇവിടെ വരെ പോയിട്ട് ഈ നോർത്തിൽ പോയിട്ട് വരെ വെഡ്ഡിങ് നടത്താം. വേണ്ട, അത് നമുക്ക് ഈ കെനിയ പോയിട്ട് വെഡിങ് ഇവിടെ വേണമെങ്കിൽ എടുത്ത് എല്ലായിടത്തും ഡെസ്റ്റിനേഷൻ വെഡിങ് നമുക്ക് ചെയ്യാം. ആ സമയത്ത് ചിലപ്പോ എന്താ പറയാ, വൈഫും ഹസ്ബൻഡും മാത്രമായിരിക്കും, അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ നടത്തണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് നടത്താം. ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡെസ്റ്റിനേഷൻ വെഡിങ് നടത്താം, കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഇന്റിമേറ്റ് വെഡിങ്ങിന്റെ സാധ്യതകൾ കൂടി. ഇപ്പൊ എല്ലാവരും കുറെ പണ്ടെന്ന് പറഞ്ഞാൽ 1000 പേരെ വിളിച്ചു, 2000 പേരെ വിളിച്ചു, 3000 ഒന്നുമില്ല. ഇപ്പൊ അതൊന്നുമില്ല, വളരെ ചുരുക്കി അടുത്ത ആവശ്യമുള്ളവർ മാത്രം. വെഡിങ്ങിന് മാത്രമേ അങ്ങനെയുള്ളൂ. അതെ, മറ്റേതൊക്കെ 100, 150, 200 അങ്ങനെ ആയി തുടങ്ങിയപ്പോ. എന്ന് വെച്ചാൽ അവർക്ക് ഒരു സ്പേസ്, ഇപ്പൊ എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീച്ച് അങ്ങനത്തേക്ക് മാറി തുടങ്ങിയ ആൾക്കാര്. അപ്പൊ ഏറ്റവും നല്ലത് അതാണ്. അതായത് ആവശ്യക്കാര്, അതായത് ഇപ്പൊ നമുക്ക് വേണമെന്ന് തോന്നണ നമ്മുടെ കുറെ ആൾക്കാരുണ്ടാവും, അവരെപ്പോഴും ഉണ്ടാവും. അതെ, നമ്മളെ ക്ലോസ് സർക്കിൾ. അപ്പൊ അങ്ങനത്തെ ഒരു അർജന്റ് വെഡിങ്ങിന് ഞങ്ങൾ ചെയ്യാം. അർജന്റ് ഇവന്റ് അങ്ങനെയായിരിക്കും കല്യാണം. അതിന് മുമ്പ് സച്ചിന്റെ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വി ഹാവ് ഹോളിഡേയ്സ് ആൻഡ് ഇവന്റ്സ് ടു. അതാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. അതായത് ഇവർ ഓൾറെഡി ഈ 2 മേഖലയിലും ഓൾറെഡി ചെയ്തിരുന്നതാണ്. അതിനെ നമ്മളൊന്ന് പെയിന്റ് ഒക്കെ അടിച്ച് മുഖമൊക്കെ ഭംഗിയാക്കി പുട്ടിയൊക്കെ ഇട്ട് ഒന്ന് ലുക്കാക്കി ഞങ്ങളൊരു ചെയ്യുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ ഇതിൽ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇത്ര കാലം ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ലൈക്ക് അടിക്കണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി നിങ്ങൾ ഇവൻറ്റ്സ് വരുമ്പോൾ ഞങ്ങളെ വിളിക്കണം. നിങ്ങളൊരു പാക്കേജ് ട്രിപ്പ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ട്രിപ്പ് അല്ലെങ്കിൽ പോട്ടെ ഒരു ഇൻഡിവിജ്വൽ ട്രിപ്പ്, ഒരു 3 പേര് 2 പേര് ഒരാൾ, വാട്ട് എവർ എനിത്തിങ്. എല്ലാവരും പറയണ ശരത്തേട്ടനും ഗീതമ്മയും വരണം. ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ട് വെച്ചോ നമുക്ക് പോവാം. എന്നെ കൂടെ ഞങ്ങള് ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ട്രിപ്സിലൊക്കെ ഞങ്ങളും വരുന്നതായിരിക്കും. നിങ്ങളൊരു പ്ലാൻ ചെയ്ത് ഇന്ന സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും വി ആർ സോ ഹാപ്പി ടു ബി. ഞങ്ങൾക്കും അങ്ങനെ ഇനിയും കുറേ യാത്രകൾ ചെയ്യാണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു സ്കൈ ഹോളിഡേയ്സ്.